ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ KS രതീശൻ അവരുകളെയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനടുത്ത് പന്ത എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഇദ്ദേഹം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം അധ്യാപകനായി ഇപ്പോൾ ജോലി നോക്കുന്നു. പാറ്റേൺ ലോക്ക്, ഞാവൽ, തൊലാഖ്, ബർഷൽ, കബ്രാളും കാശിനെട്ടും, കേരളോൽപ്പത്തി, പെണ്ണുചത്തവൻ്റെ 17-ാം ദിവസം തുടങ്ങി 9 കഥാസമാഹാരങ്ങളും 100ഓളം കഥകളും എഴുതിയിട്ടുണ്ട്. കക്കയം കഥാപുരസ്കാരം, ആർട്സ് ഗുരുവായൂർ കഥാപുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കഥ അവതരിപ്പിക്കുന്നതിനായി സ്നേഹപൂർവ്വം ശ്രീ KS രതീഷിനെ ക്ഷണിക്കുന്നു. ജനാധിപത്യ ധ്വംസനങ്ങളോട് അതിൻ്റെ നേരെ കരഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല എന്ന പ്രസ്താവനയാണ് പലപ്പോഴും പല കഥകളും. പശുവിൻ്റെ പേരിൽ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോൾ തോന്നിയ ഒരു വേദനയിൽ നിന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ചെറിയ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പശുസ്ഥാൻ എന്നാണ് കഥയുടെ പേര്. പശുസ്ഥാൻ. ഞാനും യേശുദേവനും കാലിത്തൊഴുത്തിലാണ് പിറന്നത്. രണ്ടാളുടെയും അമ്മ മറിയയായിരുന്നു. നിറവയറുമായി നന്ദിനി പശുവിന് കാടി കലക്കുന്നതിനിടയിൽ എൻ്റെ തല പുറത്തു വന്നിരുന്നു. അപ്പൻ യേശുദാസനും യേശുക്രിസ്തുവിന് എൻ്റെ അപ്പൻ യേശുദാസനും യേശുക്രിസ്തുവിൻ്റെ പിതാവ് ജോസഫുമായിരുന്നു എന്നതാണ് ഏക പൊരുത്തക്കേട്. എന്നെ പ്രസവിച്ച് 4-ാം മാസം പശുവിന് പുല്ലരിയുന്നതിനിടയിൽ അപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. കൈക്കുഞ്ഞിനെയും താങ്ങിപ്പിടിച്ചാണ് കുടുംബത്തിൻ്റെ അത്താണിയായ നന്ദിനി പശുവിനെ മറിയ പരിപാലിച്ചിരുന്നത്. എന്നെ കുളിപ്പിച്ചുറക്കിയാൽ അമ്മ നന്ദിനിയുടെ അരികിലേക്കോടും. അത് കഴിഞ്ഞാൽ കാത്തിരിക്കും എൻ്റെ കരച്ചിൽ. മടിത്തട്ടിലിട്ട് ഒരു മുല എൻ്റെ വായിലേക്ക് തന്നിട്ട് നന്ദിനിയുടെ മുലക്കാമ്പിൽ ഒറ്റ കൈകൊണ്ട് അമ്മ പാല് കറക്കും. അമ്മയല്ലാതെ മറ്റൊരാളും തന്നെ തൊടുന്നത് നന്ദിനിക്ക് ഇഷ്ടമായിരുന്നില്ല. 1-2 ദിവസം വന്ന കറവക്കാരൻ സുഗുണൻ്റെ മുലപിടുത്തം രണ്ടാൾക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. കുടിയേറ്റക്കാരനായ യേശുദാസൻ പാമ്പ് കടിയേറ്റ് ചത്തുപോയ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന 4.5 സെൻറ്റ് പുരയിടവും 3 മുറിയുള്ള വീടും. കുറേ കാലമായി അത് തിരിച്ചു വാങ്ങി ദേവിക്ക് വെടിപ്പുര കെട്ടാൻ കമ്മിറ്റിക്കാർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പനോടും അപ്പൻ്റെ മരണശേഷം ഭീഷണിയുടെ സ്വരത്തിലെ അമ്മയോടും ഈ ആവശ്യം അറിയിച്ചിരുന്നു. എനിക്കാണെങ്കിൽ അമ്പലത്തിലെ പാട്ടും മണവും പിന്നെ ശാന്തിക്കാരൻ ആരും കാണാതെ തരുന്ന പ്രസാദവും വിട്ടുപോകാനേ ഇഷ്ടമായിരുന്നില്ല. നടയടയ്ക്കുന്നതിന് മുമ്പ് ശാന്തി അരമതിൽ വന്ന് ജോസേന്ന് പതിയെ വിളിക്കും. ഞാനും ശാന്തിയും ചേർന്നാണ് പ്രസാദപാത്രവും വിളക്കും കഴുകി തുടയ്ക്കുന്നത്. പിന്നെ കടയിൽ ചെന്ന് പൂജാസാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. ഭരതൻ മാഷിൻ്റെ ഹിന്ദി ക്ലാസ്സിൽ ഗായി എക് പാത്തു ജാൻവറെ ഗായിക്ക ദൂത്ത് മീട്ടാഹെ എന്നു പഠിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു രീതിയിലായിരുന്നു. പശു പാല് തരുന്ന ജീവിയാണ്. പാലുകൊണ്ട് മിഠായി ഉണ്ടാക്കുന്നു. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ മധുരം ആ പശുവിൻ്റെ കയറിലായിരുന്നു. നന്ദിനിയുടെ തൊഴുത്തിനോട് ചേർന്ന് മുറിയിലാണ് ഞാനും അമ്മയും കിടന്നത്. രാത്രി തൻ്റെ പരിഭവങ്ങൾ അമ്മ നന്ദിനിയോട് പറയും. പിറ്റേന്ന് പാൽപാത്രത്തിൽ അതിൻ്റെ മാറ്റമുണ്ടാകും. ആ കൊല്ലത്തെ ഉത്സവത്തിന് 3 ആഴ്ച മുന്നേ കമ്മിറ്റിക്കാർ വീട്ടിൽ വന്നു. ഞാൻ തൊഴുത്തിലായിരുന്നു, മണിക്കുട്ടൻ്റെ അടുത്ത്. കൂടുതൽ മൂപ്പ് കാട്ടിയാൽ എടി മറിയേ, നിന്റെ കെട്ടിയോൻ്റെ അസ്ഥി തോണ്ടി പുറത്തെറിയും, ഈ കുടിലും ഞാൻ കത്തിക്കും. ഈ അലർച്ച കേട്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അമ്മ പുല്ലരിയണ കത്തിയും പിടിച്ച് വാതിൽ നിൽക്കുന്നു, ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തെ പോലെ തന്നെ. പിറ്റേന്ന് ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ക്ഷേത്രവിശുദ്ധിക്ക് കോട്ടം വരുത്തുന്നവർക്കെതിരെ പ്രതികരിക്കുക എന്നതായിരുന്നു അതിലെ വാചകം. അന്ന് ദീപാരാധന കണ്ട്
ക്ഷേത്രമതിലിരിക്കുന്ന എന്നെ കണ്ടുനിന്ന കമ്മിറ്റിക്കാർക്ക് വേണ്ടി അശ്രീകരം എന്ന് വിളിച്ചു. അന്നും നടയടച്ച് പ്രസാദവും തന്ന് നിറഞ്ഞ കണ്ണുകളോടെ ശാന്തി എന്നെ ഒന്ന് നോക്കിയിട്ട് മടങ്ങിപ്പോയി. അന്ന് രാത്രി തൊഴുത്തിന് പിന്നിൽ അമ്മ ആരോടോ സംസാരിക്കുന്നത് കേട്ടു. ഞാനെന്ത് ചെയ്യാനൊക്കും മറിയേ? കമ്മിറ്റിക്കാർ പറഞ്ഞ പ്രസിഡന്റിന് അനുസരിക്കാനല്ലേ? ചില മൂളലും മുരളലും മാത്രം. കുറച്ചു കഴിഞ്ഞ് അടുത്തു വന്ന് കിടന്ന അമ്മയ്ക്ക് വിയർപ്പിൻ്റെ മറ്റൊരു ഗന്ധമായിരുന്നു. പിറ്റേന്ന് വീട്ടിൽ ഭക്ഷണത്തിന് നിറയെ വിഭവമായിരുന്നു. കമ്മിറ്റിക്കാരെ ഇറക്കി വിട്ട അന്നു മുതൽ സുരേന്ദ്രൻ ചേട്ടൻ ഞങ്ങളുടെ പാല് നിർത്തി. ഞാനും അമ്മയും ഓരോ വീട്ടിൽ നടന്ന് വിറ്റുവെങ്കിലും നന്ദിനിയുടെ പാല് ബാക്കിയായി. മണിക്കുട്ടൻ നിറയെ കുടിച്ചു. വീണ്ടും അരമതിലിൽ പോസ്റ്ററുകൾ പതിഞ്ഞു. അതിൽ മറിയയുടെ അനാശാസ്യവും ക്ഷേത്രവിശുദ്ധിയുമായിരുന്നു വിഷയങ്ങൾ. താഴെ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് എന്നും എഴുതിയിരുന്നു. സ്കൂളിലെ കഞ്ഞി കുടിച്ച് വയറ്റിളക്കം പിടിച്ച് 4 ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു. വയറിളകിയും ഛർദിച്ചും എല്ലും തോലുമായി. അരികിൽ നിന്ന് മാറാതെ അമ്മയും. ആശുപത്രി വിട്ടു വന്ന ദിവസം വീട്ടുമുറ്റത്ത് ഒരാൾക്കൂട്ടവും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വാഹനവും കണ്ടു. അമ്മ പെട്ടെന്ന് തൊഴുത്തിലേക്ക് ഓടി. ഞാനും. ഓട്ടത്തിനിടയിൽ വീടു നിറയെ പോസ്റ്ററുകൾ കണ്ടു. ഈ മിണ്ടാപ്രാണിയെ ഒന്ന് അഴിച്ചു വിട്ടിട്ട് നിനക്ക് അപരാധിക്കാൻ പോകാറുന്നില്ലേടി? ആരൊക്കെയോ ചേർന്ന് അമ്മയെ തല്ലി. മണിക്കുട്ടൻ്റെ ശരീരത്തിൽ ഈച്ചയായിരിക്കുന്നു. നന്ദിനിയുടെ അകിട് പൊട്ടി ഒലിച്ചിരിക്കുന്നു. മൃഗഡോക്ടർ എന്തൊക്കെയോ ശാസിച്ചിട്ട് പോയി. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ നന്ദിനിയുടെ കാല് പിടിച്ച് അമ്മ തലോടി. അമ്മയെ തന്നെ നോക്കി ആ പുണ്യജീവി നിന്നു. അന്ന് നന്ദിനിയുടെ അടുത്തായിരുന്നു ഏറെ നേരം. രാത്രി അമ്മ ആശുപത്രി കാര്യങ്ങൾ നന്ദിനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നന്ദിനി ഒറ്റ വീഴ്ചയായിരുന്നു. കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ അമ്മ ഒരു ഗ്ലാസ് പാലുമായാണ് തിരികെ വന്നത്. പാലിന് ഒരിളം ചുവപ്പ് നിറം. നന്ദിനിയുടെ കയർ എന്തിനാണ് അമ്മ അഴിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നത്? പകുതിയെ എനിക്ക് തന്നുള്ളൂ, ബാക്കി അമ്മയും കുടിച്ചു. അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഉറക്കത്തിലേക്ക് വീണ ഞാൻ ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ശാന്തമായി ഒഴുകുന്ന പുഴ, കരയിൽ നിറയെ പുല്ല്, നന്ദിനിയുടെ കയറും പിടിച്ച് ഞാനും അമ്മയും. പുഴയിൽ പുല്ല് കഴുകുന്ന അപ്പൻ. എല്ലാവർക്കും ചിറകുമുളച്ചിരുന്നു. എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് ഉണരാനേ തോന്നിയില്ല. നന്ദി, അഭിവാദ്യം. നന്ദി സർ. അടുത്തതായി കഥ അവതരിപ്പിക്കുന്നത് ശ്രീ VS അജിത്. തിരുവനന്തപുരം സ്വദേശിയാണ്. DC, മാതൃഭൂമി, ചിന്ത തുടങ്ങി മുൻനിര പ്രസാധകർ എലിക്കണി, ഇണയില്ല പൊട്ടൻ, പെൺകഠികാരം, ഇന്ന് രാത്രി 11 എന്നീ പുസ്തകങ്ങൾ പുറത്തിറക്കി. കണ്ടംപററി മലയാളം ലിറ്ററേച്ചറിലെ ശ്രദ്ധേയനായ സറ്റയറിസ്റ്റ് അല്ലെങ്കിൽ ഉപഹാസകാരൻ ആണ്. കുഞ്ചൻ നമ്പ്യാരുടെയും സഞ്ജയൻ്റെയും VKNൻ്റെയും ജനുസ് പിന്തുടരുന്ന ഒരു കഥാകാരൻ. ഈ കഥാകാരനെ നമുക്ക് സ്നേഹപൂർവ്വം കഥയരങ്ങിലേക്ക് ക്ഷണിക്കാം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഒരു കഥ വായനയെ പിന്തുടരുക എന്ന് പറയുന്നത് വലിയൊരു കോൺസെൻട്രേഷൻ ആവശ്യപ്പെടുന്ന പ്രക്രിയയാണ്. അപ്പോൾ ആ സാഹസത്തിന് മുതിർന്ന് ഇവിടെ ധാരാളം പേർ എത്തിയിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ വായിക്കുന്ന കഥയുടെ പേര് ബ്ലൂ പെയിൽ ഡോട്ട് എന്ന ഒരു നാനോ കാർ, മോളൂട്ടി എന്ന പേരുള്ള ഒരു നാനോ കാറിനെയും ആ കാറിൻ്റെ ഉടമസ്ഥയായ മാളൂട്ടി എന്ന് പറയുന്ന സ്ത്രീയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. ബ്ലൂ പെയിൽ ഡോട്ട്. മാളൂട്ടിയുടെ നാനോ കാറിന് ഓറഞ്ച് നിറമാണ്. മണവും ഓറഞ്ചിൻ്റേതു തന്നെ. മോളൂട്ടി എന്നാണ് അവളതിനെ വിളിക്കുന്നത്. രണ്ടാളെയും ഒരുമിച്ച് മാത്രമേ ആർക്കും കാണാൻ പറ്റൂ. ഇൻ സോളിഡാരിറ്റി വിത്ത് മോളൂട്ടി, മാളൂട്ടിയും ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങളാണ് അധികവും അണിയുന്നത്.
മാളൂട്ടിയുടെ വയറ്റിലെ കുഞ്ഞു രോമങ്ങളിൽ വിയർപ്പ് പൊടിയുന്നത് ഓറഞ്ചിൻ്റെ തോട് ഞെക്കിയാൽ എന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് മുട്ടായി ഓർമ്മ വരും. മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങളിൽ മോളൂട്ടിയെയും അങ്ങനെ കാണാറുണ്ട്. മോളൂട്ടിയെ ആരെങ്കിലും തൊടുന്നത് മാളൂട്ടിക്ക് ഇഷ്ടമല്ല. അന്യന് ഓടിക്കാൻ കൊടുത്താൽ AC-യും ലൈറ്റും ഇട്ട ശേഷം എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നെഞ്ച് വേദനിപ്പിക്കും. സ്മൂത്തായി വെള്ളമൊഴിച്ച് വാഷ് ചെയ്യാതെ വൈപ്പർ ഇട്ട് കളയും. ടോയ്ലറ്റ് പേപ്പറിന് പകരം സാൻഡ് പേപ്പർ ഉപയോഗിച്ച പ്രതീതിയായിരിക്കും അപ്പോൾ. വലിയ മനപ്രയാസത്തോടെയാണ് സർവീസിനും മറ്റും കൊടുക്കുന്നത്. പ്രിയമൊരാളെ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്ന പോലെ ചങ്കിടിക്കും. മറ്റാരെങ്കിലും തൊടുന്നത് മോളൂട്ടിക്കും ഇഷ്ടമല്ല. താക്കോൽ എടുക്കാൻ മറന്ന നിലയിൽ ലോക്കായും മറ്റും അവൾ പ്രതിഷേധിച്ചു കളയും. മോളൂട്ടിയെ റോഡരികിലാക്കിയിട്ട് വല്ല സാധനവും വാങ്ങാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ മുമ്പിലും പുറകിലുമായി ഓരോ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. പാണ്ടിലോറി നിർത്താനുള്ള സ്ഥലം ഇരുവശത്തും ഉണ്ടായിട്ടാണ് ഇത്. ഒരു ദിവസം സൈഡിൽ ഡോർ തുറക്കാൻ പറ്റാത്ത വിധം ഒരുത്തൻ വണ്ടിയിട്ട് കളഞ്ഞു. റോഡ് ഓടിച്ചു പോകുമ്പോഴും പ്രശ്നം തന്നെ. ഇടത് സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുക, തിരിയാൻ നിന്നാൽ നിർത്തിത്തരാതിരിക്കുക, അങ്ങനെ 100 തൊല്ലകളുണ്ട്. മോളൂട്ടിയുടെ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ് മാളൂട്ടി ജീവനോടെ ഇരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരുത്തൻ അശ്രദ്ധമായി കൊണ്ടിടിച്ച് സൈഡ് ചപ്പിക്കളഞ്ഞു. ഉള്ളിലേക്ക് കുഴിഞ്ഞുപോയി. ധാരധാരയായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് വർക്ക്ഷോപ്പ് വരെ ഓടിച്ചത്. അവിടെ ചെന്നപ്പോഴുള്ള അത്ഭുതം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞണങ്ങിപ്പോയ ഭാഗം താനെ ശരിയായിരിക്കുന്നു. അഭൗമ ചൈതന്യമുള്ള വണ്ടിയാണ് മോളൂട്ടി. അപാര ഓർമ്മയാണ് അവൾക്ക്. അനീലിങ്ങിലൂടെയും ടാമ്പറിങ്ങിലൂടെയും കടന്നു വന്ന നാൾ വഴികളൊന്നും അവൾ മറന്നിട്ടില്ല. പക്ഷേ എല്ലാവരും മോളൂട്ടിയെ കളിയാക്കും. സെഡാൻ എടുക്കാത്തതെന്താ? SUV അല്ലേ നമ്മുടെ റോഡിന് നല്ലത്? ഇനി എന്നാ ഔഡിയും ബെൻസും എടുക്കാനിരിക്കുന്നത്? 5 വർഷം കഴിഞ്ഞില്ലേ? മാറ്റേണ്ട സമയമായില്ലേ? ഇതാണ് ഏറ്റവും ക്രൂരമായ ചോദ്യം. കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടന്മാർ. ലയൺസ് ക്ലബ്ബുകാർ നടത്തിയ മത്സരത്തിൽ മൈലേജിൻ്റെ അവാർഡ് ഇവൾക്കാണ് കിട്ടിയത്. റെസിഡൻസ് അസോസിയേഷൻ്റെ ലോ മെയിൻ്റനൻസ് അവാർഡും ഇവൾക്ക് തന്നെയായിരുന്നു. കെന്നൽ ക്ലബിൻ്റെ ലെഗ് സ്പേസ് പുരസ്കാരവും ഇവൾ അടിച്ചെടുത്തു. ഒരു ഗ്രേ ഡെയിലിനും ഒരു ലാബിനും സുഖമായിട്ട് നിൽക്കാൻ സ്ഥലമുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവാർഡുമായി തിരികെ വരുമ്പോൾ ഇന്നോവക്കാരുടെയും ബെൻസുകാരുടെയും ആക്കിച്ചിരിയുണ്ട്. അടുത്ത കൊല്ലം മോളൂട്ടിയെ മത്സരിപ്പിക്കരുതെന്ന് പരാതി കൊടുത്തവരുമുണ്ട്. 2 പെണ്ണുങ്ങളും കൂടി ജഡ്ജസിനെ മയക്കിയതാണെന്ന് ഏഷണി പറയുന്നവരും കുറവല്ല. സത്യത്തിൽ മാളൂട്ടിക്കും മോളൂട്ടിക്കും എല്ലാവരോടും കൂട്ടുകൂടാനാണ് ഇഷ്ടം. BMW, വോൾവോ, ഹോണ്ട, ഹണ്ടായി, പിന്നെ മോളൂട്ടി. എല്ലാവരും കൂടി മല കയറുക, ബീച്ചിൽ പോവുക, പമ്പിൽ നിർത്തുക, സൗഹൃദ ഓട്ടം സംഘടിപ്പിക്കുക. ഹായ്, എന്തു രസമായിരിക്കും! ഒന്നല്ലി നാമയി സഹോദരരി അല്ലി എന്നല്ലേ. പക്ഷേ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കാനാണ് ഏവർക്കും ഔത്സുഖ്യം. എന്നും കിടക്കാൻ നേരം ആലോചിച്ച് കരച്ചിൽ വരും. ഒരു ഹെയർ പിന്നിൽ നിന്നും ഗർത്തത്തിലേക്ക് സ്റ്റിയറിംഗ് വളച്ച് 2 ആൾക്കും ചത്തു കളഞ്ഞാലോ എന്ന് വരെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വാഗമൺ വരെ പോയി എന്നതാണ് സത്യം. സൂയിസൈഡ് പോയിന്റിൽ രാത്രിയാവാൻ കാത്തു കിടന്നു. പകൽവെട്ടത്തിൽ നാട്ടുകാരുടെ സഹതാപ നിലവിളികൾ കേട്ടുകൊണ്ട് ഇവിടം വിടാൻ തീരെ താല്പര്യം തോന്നിയില്ല. നിലാവില്ലാത്ത രാത്രിയായിരുന്നു അത്. എങ്കിലും ഒരു ഗോളാന്തര ട്വിലൈറ്റിൽ അവർക്ക് പരസ്പരം കാണാം. കണ്ണില്ലെങ്കിലും വെളിച്ചമില്ലെങ്കിലും തിരിച്ചറിയാൻ മാത്രം അടുപ്പമുള്ളവരാണല്ലോ അവർ. ഞാൻ ഒരുകൂട്ടം പറഞ്ഞാൽ പിണങ്ങുമോ? പിണങ്ങാനുള്ളവ പറയാതിരുന്നാൽ പോരെ. മാളൂട്ടിക്ക് ദേഷ്യം വന്നു. എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്നാ പറ. ഭൂമിയിലെ എല്ലാ ബന്ധങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഭൂമി വിട്ടു പോകുന്നത്. സത്യത്തിൽ ഞാൻ മാത്രം പോയാൽ പോരെ.
ഞാൻ ഓടി ഓടി തേഞ്ഞവളല്ലേ, നിനക്ക് ചെറുപ്പവും. എന്നെ സ്റ്റാർട്ടാക്കി വച്ചിട്ട് നീ മാറി നിൽക്കണം. ഫസ്റ്റ് ഗിയറിട്ട് ഞാൻ സ്വയം അങ്ങ് പൊയ്ക്കോളാം. പുറത്ത് ഇറങ്ങിയിട്ട് ഒരു ഉമ്മ, ഒരു ഹഗ്, എനിക്കത്രയും മതി. കൊല്ലും ഞാൻ പുല്ലേ പട്ടി. അനന്തരം അവൾ സ്റ്റിയറിങ്ങിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് പൂത്തിരിയും തറച്ചക്രവും ഒരുമിച്ച് കത്തിച്ച പോലെ പ്രഭാപൂരം പൊഴിച്ചുകൊണ്ട് ഒരു താളിക അവിടെ ലാൻഡ് ചെയ്തത്. അതിൽ നിന്നും ഇറങ്ങിയ രൂപം വിഷാദമഗ്നരായ കൂട്ടുകാരികളോട് അഭൗമമായ ആർദ്രതയോടെ, അനിതര സാധാരണമായ ഭൂതദയയോടെ എമ്പത്തെറ്റിക്കായി. ഒതുക്കലാണ് ഏറ്റവും വേദനാജനകം. പുറത്തിറങ്ങിയാൽ എല്ലാവരും കൂടെ അവരെ പുറകിലേക്ക് ഒതുക്കിക്കളയും. ആദ്യം കാളവണ്ടി, പിന്നെ ഓട്ടോറിക്ഷ, പിന്നെ സ്കൂൾ ബസ്, അതിന് പിന്നിൽ KSRTC, അതിന് പുറകിൽ BMW, അടുത്ത് പാണ്ടി ലോറി, അതുക്കും പിന്നിലാണ് മോളൂട്ടി. പാണ്ടി ലോറിയുടെ കുണ്ടി ഭാഗത്ത് വലിയൊരു ഉണ്ട, ചളിയും ചലവും. അറപ്പുണ്ടാക്കുന്ന വേറെയും പാർട്സ് ഉണ്ട്. ഇത് കണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. നീലാകാശവും ശുദ്ധവായുവും ഉണ്ടെങ്കിൽ ബ്ലോക്കിൽ കിടന്നാലും സാരമില്ലായിരുന്നു. സങ്കടങ്ങൾ അച്ചുനിരത്തുന്നതിനിടയിൽ ഇരുവരും വികാരാധീനരായി. നിങ്ങളുടെ പ്രശ്നം മയോപ്പിയാണ്, അവരുടെ പ്രശ്നവും അതുതന്നെ, ഹ്രസ്വദൃഷ്ടി. രൂപം പുകയൂതി. ഗർത്തത്തിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നിട്ട് പേടകം തുറന്ന് ഒരു ചിത്രമെടുത്ത് കാണിച്ചു. ആനയുടെ വലിപ്പമുള്ള വിശാലമായ ഫ്രെയിമിൻ്റെ നടുക്ക് ഉറുമ്പിൻ്റെ കണ്ണുപോലെ ഒരു പൊട്ട്, എ ബ്ലൂ പെയിൽ ഡോട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ 6 ബില്യൺ കിലോമീറ്ററിന് അപ്പുറത്ത് വച്ച്, അതായത് നിങ്ങളുടെ വോയേജർ 1 പ്രാപ്യമായ ദൂരത്ത് വെച്ച് എടുത്ത ഭൂമിയുടെ ഫോട്ടോയാണ് ഇത്. നമുക്ക് ഗുരുതരമായി തോന്നുന്ന പല പ്രശ്നങ്ങളും അല്പം ദൂരെ മാറി നിന്ന് നോക്കിയാൽ നിസ്സാരമെന്ന് കാണാം. പുകവിടുന്ന ഓരോ യന്ത്രങ്ങൾ രണ്ടാൾക്കും കൊടുത്ത ശേഷം ആ രൂപം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ നോക്കും, വിഷമിക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് പാണ്ടിലോറി ചന്തി കാണിച്ചുകൊണ്ട് വഴി തരാതെ പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് മാറ്റിയാൽ പൃഷ്ഠപ്രദർശനം നിഷ്പ്രഭമാകും. നാളെ പകൽ അതേ റോഡിൽ നിങ്ങൾ ഇറങ്ങണം. അല്പന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാനുള്ള എസ്കേപ്പ് വെലോസിറ്റി ഞാനിതാ സമ്മാനമായി തരുന്നു. അനന്തരം രൂപം തളികയിൽ നിന്നും ആൻറ്റിന പോലെ എന്തോ ഒന്നെടുത്ത് മോളൂട്ടിയുടെ നെറുകയിൽ അനുഗ്രഹമായി ചൊരിഞ്ഞു. സ്റ്റിയറിങ്ങിൻ്റെ നടുക്കായി ഒരു ഓറഞ്ച് ബട്ടൺ ഫിറ്റ് ചെയ്യുകയും ഉണ്ടായി. മരിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് പുനർജന്മമാണ്, നവോന്മേഷമാണ്, ഭീരുത്വത്തെ കുടഞ്ഞുകളയലാണ്. ഭയമാകുന്ന ദഹിച്ച ശേഷമുള്ള നിർമ്മല ദേഹമാണ് ശേഷിക്കുന്നത്. വളർത്തു ദോഷത്തിലൂടെ ആർജിതമായ സഞ്ചിത ഭയങ്ങളാണ് കൂടുവിട്ടു പോയത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ്. ഇനിയാണ് ജീവിച്ച് തുടങ്ങേണ്ടത്. വിജയത്തിലേക്കുള്ള വഴി നമ്മൾ സ്വയം ഒറ്റയ്ക്ക് താണ്ടണം. സഹായിക്കാനോ എംപവർ ചെയ്യാനോ ആരും വരില്ല. എന്നാൽ വഴിമുടക്കാൻ പല രൂപത്തിൽ പലരും വരികയും ചെയ്യും. ചിലർ ഉപദേശത്തിൻ്റെ ഭാഷയിലാണത് നിർവഹിക്കുക. വലിയ വലിയ ഇൻ്റർസ്റ്റേറ്റ് ട്രക്കുകൾ ഓടുന്ന ഹൈവേയിൽ നിങ്ങൾ കുഞ്ഞു ചടങ്ങുമായി പോവരുത്. നമുക്ക് ചെറിയ ചെറിയ ഊടുവഴികൾ പോരെ. പെട്രോൾ അടിക്കുന്ന പൈസയ്ക്ക് വല്ലതും വാങ്ങിത്തിന്ന ദേഹത്ത് കിടന്നേനല്ലോ എന്നൊക്കെ. തിരക്കുള്ള റോഡിൽ ഇറങ്ങരുത്, സർവീസ് റോഡിലൂടെ മാത്രമേ പോകാവൂ എന്ന് ഭീഷണിപ്പെടുത്തുന്നവരും കുറവല്ല. മാർഗതടസ്സമായി സ്നേഹവും പരാതിയും ചൊരിയുന്നവരുമുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് സർക്കിട്ട് പോയാൽ ഞാൻ മിണ്ടില്ല എന്നാണ് കാർ ഷെഡിനരികിലെ അലക്കുകല്ല് പറയാറ്. കറങ്ങിത്തിരിഞ്ഞ് മുഷിഞ്ഞു വരുമ്പോൾ വിഴുപ്പലക്കാൻ ഞാൻ തന്നെ വേണം എന്നൊരു കുത്തുവാക്കും. എങ്ങും പോകാതെ കൂടെ നിന്നാൽ തൻ്റെ പുറത്തു കയറി ചാമ്പയ്ക്ക പറിക്കാൻ സമ്മതിക്കാം എന്ന പ്രലോഭനവുമുണ്ട്. ഈ റിട്ടാർഡിംഗ് ഫോഴ്സുകളെ ഉല്ലംഘിച്ച് രക്ഷപ്പെടുക തന്നെ വേണം. പിറ്റേ ദിവസം പാട്ടും പാടിയാണ് അവർ പുറപ്പെട്ടത്. പതിവ് പോലെ മ്ലേച്ഛ കുണ്ടിയുള്ള പാണ്ടിലോറിക്ക് പുറകിലെത്തി. ഹ്രസ്വദൃഷ്ടി കൈപിടിയാനുള്ള ആഹ്വാനം ഓർമ്മ വന്നു. റോഡിൻ്റെ വൃത്തപരിധിയിൽ
ഒരു ആർക്ക് തീർത്തുകൊണ്ട് പുഴുക്കളെപ്പോലെ ഇഴയുന്ന ബഹുഗോക്കളെ നോക്കാതെ ഒറിജിനെയും ഡെസ്റ്റിനേഷനെയും ബന്ധിപ്പിക്കുന്ന ഋജുരേഖയായ കോഡിലേക്ക് നോക്കി. എസ്കേപ്പ് വെലോസിറ്റി ഓർത്ത് കുളിർ കോരി. അന്യഗ്രഹജീവി സമ്മാനിച്ച ഓറഞ്ച് ബട്ടണിൽ വിരലമർത്തി. മാളൂട്ടി മയിലിനെപ്പോലെ റോഡിൽ നിന്ന് ഉയർന്ന് കോഡിലൂടെ പ്രയാണം തുടങ്ങി. കദളിവാഴ, ഗൗളിഗാത്രത്തെങ്ങ്, വരിക്കമാവ്, വാഗമരം, ചെറുതടാകം, കുഞ്ഞു പക്ഷികൾ, അണ്ണാർക്കണ്ണൻ, മഴവില്ല്. ആഹാ, ആർക്കിനി ആർക്കു വേണം? മാറ്റമെന്നത് എപ്പോഴും കുഞ്ഞു കുഞ്ഞു പടവുകളുടെ ക്രമാനുഗതമായ തുടർച്ച ആയിരിക്കണമെന്നില്ല. മാറ്റമെന്നത് എപ്പോഴും കുഞ്ഞു കുഞ്ഞു പടവുകളുടെ ക്രമാനുഗതമായ തുടർച്ച ആയിരിക്കണമെന്നില്ല. വേണമെന്ന് വച്ചാൽ ഒരു ക്വാണ്ടം ലീപ്പിലൂടെ, ചിലപ്പോൾ ഒരു വേം ഹോളിലൂടെ ക്ഷണനേരം കൊണ്ട് ലിബറേറ്റ് ചെയ്യപ്പെടാവുന്ന അത്ര പാരതന്ത്ര്യമേ ഈ ദുനിയാവിലുള്ളൂ. ജീവിതം ചാക്രികമാകയാൽ അധമത്തിൽ നിന്ന് ഉത്തമത്തിലേക്ക് ഒരണു ദൂരമേയുള്ളൂ. ദിശ ശരിയാവണം എന്ന് മാത്രം. മാളൂട്ടി ഓറഞ്ച് ബട്ടണിൽ ഒന്നുകൂടി അമർത്തി. അടരുകൾ 6 അടരുകൾ താണ്ടി എക്സോസ്ഫിയറിലെത്തിയപ്പോൾ ടോപ്പ് ഗിയറിലേക്ക് കടന്നു. പ്രകാശവർഷത്തിൻ്റെ വെറും 5000-3 ദൂരം എത്തിയപ്പോൾ വണ്ടി യു-ടേൺ എടുത്ത് ഭൂമിയിലേക്ക് നോക്കി. 6 ബില്യൺ കിലോമീറ്ററിനപ്പുറം അതാ കാണുന്നു ഒരു ബ്ലൂ പെയിൽ ഡോട്ട്. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി കുമാരി പുണ്യ സിയാർ. അടക്കം, കുഞ്ഞുമേരിയും റൂമിയും, വാട, കൊളംകര കൊളം, ബ്രേക്കപ്പ് പാർട്ടി, 8-ാം നാൾ പുലർച്ചെ തുടങ്ങി നിരവധി കഥകൾ എഴുതിയിട്ടുള്ള ഈ കഥാകാരി മദ്രാസ് സർവകലാശാലയിൽ മലയാളം ഗവേഷക വിദ്യാർത്ഥിയാണ്. 2018 പാലക്കാടൻ നവകഥാ പുരസ്കാരം, 2019 കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള രാജലക്ഷ്മി പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്, ലോഹിതദാസ് കഥാപുരസ്കാരം തുടങ്ങി വലുതും ചെറുതുമായ ഒട്ടനവധി ബഹുമതികൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പ്രിയ കഥാകാരിയെ തേടിയെത്തിയിട്ടുണ്ടോ? സ്നേഹത്തോടെ കഥയരങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എഴുതിയ കഥകളിൽ വെച്ചിട്ട് ഒരു മീഡിയം സൈസിലുള്ള കഥകളാണ് എഴുതിയിട്ടുള്ളത്. 10 മിനിറ്റിൽ വായിച്ചൊതുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു കഥ വായിക്കാൻ ശ്രമിക്കുകയാണ്. കഥയുടെ പേര് കൊളം കര കൊളം. അന്നും റോഡരികിലിരുന്നാണ് സമരം ചെയ്തത്. ഒരു വലിയ ആപ്പീസായിരുന്നു മുന്നിൽ. ആപ്പീസിനും ഞങ്ങൾക്കുമിടയിൽ മതിലിനേക്കാൾ ഉയരത്തിൽ നെടുനീളൻ ഗേറ്റ് അടഞ്ഞു തന്നെ കിടന്നു. ഗേറ്റിനപ്പുറത്ത് 2 പാറാവുകാരും ഗേറ്റിനിപ്പുറത്ത് 4 പോലീസുകാരും ഞങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. ഞാനന്നും ചെല്ലമ്മയുടെയും മൈമിത്താത്തയുടെയും നടുക്കാണിരുന്നത്, ഏറ്റവും മുൻവശത്ത്, പോലീസുകാരുടെ കാലിനു കീഴെ. ചെല്ലമ്മയുടെ കണ്ണുകൾ അവരെന്നും തലയിൽ ചൂടാറുണ്ടായിരുന്ന കനകാംബരപ്പൂ കണക്കിരുന്നു. വെളുത്ത ഗിൽറ്റ് പിടിപ്പിച്ച നീല സാരി തുമ്പുകൊണ്ട് അവരിടയ്ക്ക് കണ്ണുകൾ അമർത്തി തുടച്ചു. വെറ്റില മുറുക്കില്ലാത്ത അവരുടെ ചുണ്ടുകളും പല്ലും അപ്പോഴും ചോരക്കട്ട മാതിരി. മൈമിത്താത്ത പോലീസുകാർക്കും വലിയ ഗേറ്റിനും പാറാവുകാർക്കും ഇപ്പുറമുള്ള ആപ്പീസു കെട്ടിടത്തിൻ്റെ നിഗൂഢമായ ഉള്ളറകളിലേക്ക് എങ്ങോ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അബോധത്തിലെന്നതുപോലെ ആരൊക്കെയോ ചൊല്ലിത്തന്നിരുന്ന മുദ്രാവാക്യങ്ങളും ഉരുവിടുന്നുണ്ട്. മൈമിത്താത്തയ്ക്ക് ഇത്രയും നേരം വർത്തമാനം പറയാതിരിക്കാനാകുന്നത് എങ്ങനെ? പെണ്ണുങ്ങളും കുട്ടികളും എല്ലാ സമരങ്ങൾക്കും ഏറ്റവും ആദ്യം ഇരുന്നു കൊള്ളണമെന്ന് വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച തടിച്ചുരുണ്ടൊരു മനുഷ്യൻ ആദ്യമേ ചട്ടം കെട്ടിയിരുന്നു. അന്നു മുതൽ ചെല്ലമ്മയും മൈമിത്താത്തയും ആ ചെറിയ നിരയുടെ മുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ അവരുടെ നടുക്കും. ഞങ്ങൾക്ക് തൊട്ടുപുറകിൽ ആടിക്കുഴഞ്ഞ് കണ്ണുകലങ്ങി വേശപ്പയിരുന്നു. വേശപ്പയെ എന്നും കള്ളു നാറി, ഇടയ്ക്ക് ഛർദിലും. പുലർച്ചെ തൊട്ട് അതേ ഇരിപ്പിരുന്നപ്പോൾ എൻ്റെ കാലിന് കനമില്ലാതായി.
പുറകീന്നുയരുന്ന മുദ്രാവാക്യങ്ങൾ ആദ്യം വലിയ ഒച്ചയോടെയും പിന്നെ പിന്നെ നേർത്ത തേങ്ങൽ പോലെയും ആവർത്തിച്ചു കൊണ്ടിരുന്ന ചെല്ലമ്മയും മൈമിത്താത്തയും തളർന്ന് വശത്തേക്ക് ചെരിഞ്ഞു വീഴും പോലെ തോന്നി. ഞാനിടയ്ക്ക് പുറകിലേക്ക് പാളി നോക്കി. അപ്പയ്ക്ക് ഇരുവശത്തുമായി കുഞ്ഞാപ്പിയും കുഞ്ഞാമിനയും ഇരിക്കുന്നു. സമരത്തിൻ്റെ തുടക്കത്തിൽ 2 കൈകളും ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാപ്പി ബാറ്ററി തീർന്ന പാവ പോലായിട്ടുണ്ട്. അവനെ നോക്കുമ്പോൾ എനിക്ക് വയറ്റീന്നൊരാളൽ പൊന്തി. കുഞ്ഞാപ്പി പെട്ടെന്നങ്ങ് വളർന്നുപോയി. അവനിപ്പോൾ ദിവസവും TV കണ്ട് പഠിക്കുന്നു, ഫോണിൽ നോക്കി ഹോംവർക്ക് ചെയ്യുന്നു. മൈമിത്താത്ത തൊഴിലുറപ്പിന് പോകുമ്പോൾ കുഞ്ഞാമിന അടിച്ചു വാരുകയും വീട്ടുപണി ചെയ്യുകയും സൈനപ്പയെ കട്ടിലീന്ന് എണീച്ചിരിക്കാൻ സഹായിക്കുകയും കഞ്ഞി കോരി കൊടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞാമിന് എത്ര വേഗമാണ് കളികൾ മറന്നത്. എനിക്ക് കക്കു കളിക്കാൻ പഠിപ്പിച്ചു തന്നതും കൊത്തക്കല്ലാടാൻ പറഞ്ഞു തന്നതും കുഞ്ഞാമിനെയാണ്. മരം പൊത്തി കളിക്കുമ്പോൾ ആദ്യം വന്ന് സാറ്റടിച്ചിരുന്നതും അവളാണ്. കുഞ്ഞാമിനയ്ക്ക് ചീറ്റപ്പുളിയുടെ ഓട്ടമാണെന്ന് ഞാൻ പറയുമായിരുന്നു. കുഞ്ഞാപ്പിയെ ഒക്കത്തെടുത്ത് വച്ചാലും കുഞ്ഞാമിനെ ചീറ്റപ്പുലിയെ പോലെ ഓടുമായിരുന്നു. ടാർ റോഡ് തുടങ്ങുന്നിടത്തെ ബംഗ്ലാവിലെ കൂറ്റൻ നായ പുറകെ പാഞ്ഞപ്പോൾ കുഞ്ഞാമിനയുടെ ഒക്കത്ത് കുഞ്ഞാപ്പിയും ഇടതു കൈയിൽ തൂങ്ങിപ്പിടിച്ച് ഞാനും ഉണ്ടായിരുന്നു. അലറി വിളിച്ച് ഓടിക്കിതച്ച് വീട്ടിലെത്തും വരെ കുഞ്ഞാമിന ഞങ്ങളെ കൈവിട്ടതേയില്ല. അവള് ചീറ്റപ്പെണ്ണാണ്. ആ കുഞ്ഞാമിനെയാണ് വാടിത്തൂങ്ങി വേശപ്പയുടെ ഓരത്തിരിക്കുന്നത്. കുഞ്ഞാമിനയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടാവുമോ? എനിക്ക് എത്രയോ നേരമായി മൂത്രമൊഴിക്കണമെന്നുണ്ട്. ആരോട് പറയാനാണ്? മുദ്രാവാക്യം വിളിച്ചിരുന്ന വെള്ളക്കുപ്പായക്കാർ 1-2 തവണ കുറച്ചപ്പുറത്തെ പോസ്റ്റിനരികെ പുറംതിരിഞ്ഞു നിന്ന് മൂത്രമൊഴിക്കുന്നത് കണ്ടിരുന്നു. അവിടെ പോയിരുന്ന് മൂത്രമൊഴിക്കാൻ ഒക്കുമോ? അത് മോശമാണ്. പെണ്ണുങ്ങളുടെ ഇച്ചീച്ചി മറ്റുള്ളവർ കാണുന്നത് വളരെ മോശമാണ്. ഒരു ദിവസം പതിവ് പോലെ ചെല്ലമ്മയുടെ മുറ്റത്തിരുന്ന് മൂത്രമൊഴിക്കുമ്പോൾ എൻ്റെ ചന്തിക്ക് വന്ന് തൊഴിച്ചാണ് ചെല്ലമ്മ അങ്ങനെ പറഞ്ഞത്. തല ഉയർത്തി നോക്കുമ്പോൾ തൊട്ടുമുന്നിൽ അക്കാപ്പുമാമ. ചെല്ലമ്മയുടെ വീട്ടിലെ മുൾവേലിക്കിടയിലെ നീളൻ പടി ചാടിക്കടന്ന് എന്നും ഇതുപോലെ അതിഥികൾ വരും. ഒട്ടുമിക്ക ദിവസവും അക്കാപ്പുമാമ, ചിലപ്പോൾ കേലുപിള്ള, പൗലോസ് അച്ചായൻ, കുഞ്ഞിക്കുറുപ്പ്, JCB മാമ, ലോട്ടറി വിൽക്കണ ഞൊണ്ടി മൂസ്യത്. അവർ വരുമ്പോൾ ചെല്ലമ്മ വായിലെ മുറുക്കാൻ വേലിക്കരികിലേക്ക് നീട്ടി തുപ്പിയ ശേഷം കിലുകിലാ ചിരിക്കും. സാരിത്തലപ്പെടുത്ത് ഇടുപ്പ് വശത്ത് കുത്തുകയും അവരെയും കൂട്ടി ഒറ്റമുറി വീടിനകത്ത് കയറി ധൃതിയിൽ വാതിലടക്കിച്ച് കുറ്റിയിടുകയും ചെയ്യും. ഞാൻ ഉമ്മറത്തിണ്ണയിലിരുന്ന് കൊത്തക്കല്ലാടും. ചിലപ്പോൾ കാറ്റത്ത് പറന്നു വരുന്ന നനുത്ത അപ്പൂപ്പൻ താടി കണക്കെ വേശപ്പയും ചെല്ലമ്മയ്ക്കരികിലേക്ക് ചെല്ലും. എന്നെ നാറ്റമിത്, കൊഞ്ചം തള്ളി നില്ല് എന്ന് ചെല്ലമ്മ തള്ളി മാറ്റിയാലും വേശപ്പ ചെല്ലമ്മയോട് ചിണുങ്ങും, പിന്നാലെ കൂടും. പിന്നീട് കുറേ നേരം അടഞ്ഞു കിടക്കുന്ന കതക് തുറന്ന് പുറത്തു വന്നാൽ വേശപ്പ എന്നെയും കൂട്ടി തങ്കമ്മായുടെ ചായപ്പീടികയിൽ പോകും. അപ്പവും കടലക്കറിയും മേടിച്ചു തരും. വേശപ്പ രാവിലെ പണിക്കിറങ്ങിയാൽ പിന്നെ ചെല്ലമ്മയുടെ വീട്ടിലാണ് എൻ്റെ വാസം. ചെല്ലമ്മ എന്നെ കളിപ്പിക്കും. കണ്ണെഴുതി പൊട്ട് തൊട്ട് മല്ലിപ്പൂ ചൂടിക്കും. കഞ്ഞി കോരി തരും. ചിലപ്പോഴൊക്കെ എനിക്കൊപ്പം കൊത്തക്കല്ലാടാൻ കൂടും. വല്ലപ്പോഴും നട്ടുച്ചകളിൽ ചെല്ലമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങളുടെ വിയർപ്പ് കൂടിക്കുഴഞ്ഞ് ഒന്നിച്ചൊഴുകും. കുഞ്ഞാപ്പിയോടും കുഞ്ഞാമിനയോടും ചെല്ലമ്മയുടെ മുറ്റത്തേക്ക് ചെല്ലരുതെന്ന് വിലക്കിയിരുന്നെങ്കിലും മൈമിത്താത്ത തൊഴിലുറപ്പിന് പോയാൽ ഉടൻ അവരിരുവരും അവിടെ എത്തുകയും തൊഴിലുറപ്പ് കഴിയും മുന്നേ തിരിച്ചു പോവുകയും ചെയ്യും. ഒരു ദിവസം കുഞ്ഞാമിനെയും കുഞ്ഞാപ്പിയും പോയതിന് ശേഷവും മുറ്റത്ത് കുന്തിച്ചിരുന്ന് അപ്പം ചുടുകയായിരുന്ന എൻ്റെ അടുത്തേക്ക് അക്കാപ്പു മാമ ചെല്ലമ്മയുടെ വീട്ടുപടി ചാടിക്കിടന്നു വന്നു. കുറേ നേരം എന്നെ തന്നെ നോക്കി നിന്നു. അക്കാപ്പു മാമ എന്തായിരിക്കാം ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് ചമ്മലോ നാണമോ സന്തോഷമോ തോന്നി. പതിയെ എനിക്ക് അരികിൽ വന്നിരുന്ന് മുതുകിൽ തലോടിക്കൊണ്ട് അക്കാപ്പു മാമ ചോദിച്ചു, നിനക്കൊക്കെ ഈ കുത്തിരുന്ന് കളികളെ അറിയത്തുള്ളൂ? എന്തോ നാടി വണ്ണേ, പിള്ളേരായ നല്ല ഉഷാറ് കളികൾ കളിക്കണ്ടേ? നിനക്കറിയാൻ പാടില്ലേ? പറ, അക്കാപ്പു മാമ പഠിപ്പിച്ചു തരും നിനക്ക് അസല് കളികൾ. കക്കുകളി, കൊത്തക്കല്ല്, കള്ളനും പോലീസും, സാറ്റ് കളി, ഗോട്ടികളി, എനിക്കറിയാവുന്ന കളികളുടെ പേരുകൾ ഞാൻ ഓർത്തെടുത്തു. അയ്യയ്യേ, ഇതൊക്കെ എന്ത് കളികൾ! നിനക്ക് കുളം കര കളിക്കാൻ അറിയോടി? അക്കാപ്പു മാമയുടെ കൈകൾ പതിയെ എൻ്റെ തുടയിലൂടെ ഇഴഞ്ഞു നടന്നു. എനിക്ക് ഇക്കിളിപ്പെട്ടു. കുളങ്കര കളിക്കാൻ അറിയാൻ പാടില്ലേ? പറ, ഈ അക്കാപ്പു മാമ പഠിപ്പിച്ചു തരില്ലേ? ഞാൻ അക്കാപ്പു മാമയുടെ കൈവിരലുകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എനിക്ക് ആ കളി അറിയാകയില്ല. പുതിയ കളി പഠിക്കാനുള്ള ആകാംക്ഷയോടെ ഞാൻ പറഞ്ഞു, സമയം കിട്ടട്ടെ, പഠിപ്പിച്ചു തരാട്ടടി.
മുറ്റത്തു നിന്ന് എഴുന്നേറ്റ് ചെല്ലമ്മയുടെ വാതിലിനടുത്തേക്ക് നടക്കവേ അയാൾ വിളിച്ചു കൂവി. എനിക്ക് വലിയ ഉത്സാഹമുണ്ടായി. പുതിയ കളി പഠിച്ചാൽ പിന്നെ ഞാൻ ആരായി? കുഞ്ഞാമിനെയും കുഞ്ഞാപ്പവും എനിക്ക് ചുറ്റും തപ്പ് കൊട്ടിക്കൊണ്ടോടും. ഞങ്ങൾ ഒന്നിച്ച് പുതിയ കളി കളിക്കും. കുളം, കര, കുളം. പിന്നീട് എപ്പോഴും അക്കാപ്പുമാമയെ കാണുമ്പോൾ ഞാൻ പുത്തൻ കളി ഓർക്കും. അക്കാപ്പുമാമ എന്നെ പറ്റിക്കുവാന്നോ? പുതിയ കളി പഠിപ്പിക്കത്തില്ലേ? എനിക്ക് സങ്കടം തികട്ടും. അങ്ങനെ ഒരു ദിവസം ചെല്ലമ്മ റേഷൻ വാങ്ങാൻ പോയ നേരത്ത് അക്കാപ്പുമാമ പടി ചാടിക്കടന്ന് വന്ന് എന്നെ പുറകീന്ന് കോരിയെടുത്തു. ഞാനൊരു നിമിഷം ഞെട്ടിത്തരിക്കുകയും പൊടുന്നനെ അക്കാപ്പുമാമയുടെ വിയർപ്പ് ചൂര് പിടിച്ചെടുക്കുകയും ചെയ്തു. നമുക്ക് കുളങ്കര കളിക്കണ്ടായോ? അയാൾ എന്നെയും തോളിലിട്ടുകൊണ്ട് ഉമ്മറവാതിൽ ലക്ഷ്യം വെച്ച് നടന്നു. പുറത്താ കളിക്കുക. ഞാൻ കുതറി. ഇത് വീടിനകത്ത് കഥ കടിച്ചിരുന്ന് കളിക്കേണ്ടതാടി പെണ്ണേ. അക്കാപ്പുമാമ വാതിൽ പൂട്ടി. ചെല്ലമ്മ എപ്പോഴും ചാരിയിടാറുള്ള പൂതലിച്ച് ജനവാതിലടച്ച് കുറ്റിയിട്ടു. മുറിയെമ്പാടും ഇരുട്ട് തളം കെട്ടി. എൻ്റെ വയറിൽ നിന്ന് നെഞ്ചത്തേക്കൊരു കാളൽ പടർന്നു. മുന്നിൽ നീണ്ടു നിവർന്ന് നിൽക്കുന്ന അക്കാപ്പുമാമയുടെ രൂപത്തിന് പതിവിലുമേറെ വലുപ്പം തോന്നി. അയാൾ തൻ്റെ വിയർപ്പു നാർന്ന ബനിയനും മുണ്ടുമഴിച്ച് ഒരു മൂലക്കിട്ടു. സംഭവിക്കുന്നത് എന്തെന്നറിയാതെ ശ്വാസം വറ്റി നിന്ന് എന്നെയെടുത്ത് ചെല്ലമ്മയും ഞാനും കെട്ടിപ്പിടിച്ചുറങ്ങാറുള്ള പ്ലാസ്റ്റിക് കട്ടിലേക്ക് ഇരുത്തി. എൻ്റെ ചെളി പുരണ്ട ഷിമ്മീസ് അഴിച്ചു മാറ്റാൻ ഒരുങ്ങിയപ്പോൾ എന്നീന്നൊരൊച്ച പൊന്തി. ഇത് കുപ്പായമിടാണ്ട് കളിക്കേണ്ട കളിയാടിയേ. അക്കാപ്പുമാമ തൻ്റെ സിമൻറ്റ് പുരണ്ട ഇടത്തെ കൈകൊണ്ട് എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. എനിക്ക് കരച്ചിൽ പൊട്ടി. കരയാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. എൻ്റെ മേലിലേക്കൊരു മല ഇടിഞ്ഞു വീണതുപോലുണ്ടായി. വെളിച്ചമില്ലാതെ, ഒച്ചയില്ലാതെ, ശ്വാസമെടുക്കാനാകാതെ ഞാൻ ഞരങ്ങി. വേദന കൊണ്ട് പുളഞ്ഞു. കുളം, കര. അക്കാപ്പുമാമ ഇടയ്ക്ക് അമർന്ന ശബ്ദത്തിൽ ഉരുവിട്ടു. അയാൾ തൻ്റെ ഇടത്തെ കൈകൊണ്ട് എൻ്റെ വായും മൂക്കും, വലത്തെ കൈകൊണ്ട് എൻ്റെ 2 കൈകളും, പരുത്ത ശരീരം കൊണ്ട് എന്നെ മുഴുവനായും പൊതിഞ്ഞു പിടിച്ചു. പ്രാണവേദനയാൽ ഞാൻ കണ്ണു തുറിച്ചു. കണ്ണിൽ ഇരുട്ട് മാത്രമായപ്പോൾ വീട്ടിലെ മൺചുവരിൽ തൂക്കിയ വേശപ്പ് എന്നും കൈകൂപ്പി നിൽക്കാറുള്ള അമ്മായിയുടെ ചിത്രമോർത്തു. അമ്മാക്ക് എന്ത് അഴകാണ്. സമരം കനക്കുകയാണ്. വെളുത്ത കാറുകൾക്ക് കയറി ചെല്ലാൻ വേണ്ടിയാകണം മുന്നിലെ ഗേറ്റ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാവരും എണീറ്റ് നിന്നുകൊണ്ടാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത്. കുറച്ചു മനുഷ്യരേ ഉള്ളൂ എങ്കിലും എന്തൊരൊച്ചയാണ്. ഇനിയും മൂത്രമൊഴിച്ചില്ലേ എൻ്റെ ഇച്ചീച്ചി പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. ചെല്ലമ്മ, എനിക്ക് മൂത്രം ഒഴിക്കണം. ചെല്ലമ്മ കേൾക്കുന്നേയില്ല. സാരിത്തുമ്പ് പിടിച്ചു വലിച്ചിട്ട് മൈമിത്താത്ത എന്നെ അറിയുന്നേയില്ല. മുൻനിരയിലെ തിരക്കിനിടയിലൂടെ ഞാൻ പുറകിലേക്ക് കടന്നു. വേശപ്പാ, വേശപ്പാ. വേശപ്പയുടെ കാലുറയ്ക്കുന്നില്ല. അഴിഞ്ഞു തുടങ്ങിയ ഒറ്റമുണ്ട് കുത്തി ഉടുക്കുന്നതിനിടെ വേശപ്പയുടെ കയ്യിൽ നിന്നൊരു ചട്ട പേപ്പർ താഴേക്ക് വീണു. ചുവന്ന അക്ഷരങ്ങൾ കൊണ്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? എഴുത്തുകൾക്ക് അരികുവശത്തായി എൻ്റെ ഫോട്ടോ പതിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? സ്കൂളിൽ ചേരാൻ പോകും മുന്നേ വേശപ്പ എന്നെയും കൊണ്ട് സ്റ്റുഡിയോയിൽ ചെന്നെടുത്ത പടമാണിത്. ചെല്ലമ്മയാണ് അന്നും എന്നെ ഒരുക്കിയത്. പല്ല് പോയത് കാണാതിരിക്കാൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചാണ് ഞാനന്ന് ചിരിച്ചത്. കുറച്ചുകൂടെ നന്നായി ചിരിക്കാമായിരുന്നു. ആൾത്തിരക്കിനിടയിലൂടെ പുറകിലേക്ക് നടന്നപ്പോൾ തൊട്ടു മുന്നിൽ അക്കാപ്പുമാമ. അയാളും എൻ്റെ പടമുള്ള കടലാസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. വയ്യ, അയാളെ കാണാൻ വയ്യ. മേനിയിലാകെ തീ പിടിച്ചതുമാതിരി. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് മൂത്രം ഒഴിച്ചേ തീരൂ. ആളുകൾക്കിടയിലൂടെ ഞാൻ തിരിച്ചു മുന്നോട്ട് നടന്നു. പാതി തുറന്നിട്ട വലിയ ഇരുമ്പ് ഗേറ്റിൻ്റെ വിടവിലൂടെ ആപ്പീസ് മുറ്റത്തേക്ക് കയറി. മുന്നിൽ നിറയെ കാറുകൾ നിരന്നു കിടക്കുന്നു. ഇനിയും ഒരടി മുന്നോട്ട് നീങ്ങിയാൽ മൂത്രം പൊട്ടിച്ചാടുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഒന്നും ഓർക്കാതെ ഷിമ്മീസ് മാടിപ്പിടിച്ച് അവിടെ ഓഫീസിന് മുന്നിൽ കുന്തിച്ചിരുന്നു. ഹാവൂ, മൂത്രം ഒഴിക്കുമ്പോൾ എന്ത് സമാധാനം. ഗേറ്റിനപ്പുറത്ത് വലിയ ഒച്ചപ്പാടോടെ അവർ സമരം തുടർന്നു. പെണ്ണുങ്ങളുടെ ഇച്ചിയിച്ചി മറ്റുള്ളവർ കാണുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞു തന്നത് ചെല്ലമ്മയാണ്. എന്നിട്ട് നിങ്ങൾ എന്താണിപ്പോൾ എന്നെ കാണാത്തത്? താങ്ക് യു. നന്ദി. അടുത്തതായി കഥ അവതരിപ്പിക്കുന്നത് കുമാരി ആർദ്ര KS. വേറിട്ട പന്ഥാവിലൂടെ കഥാഗതിയെ സഞ്ചരിപ്പിച്ച് കഥാസ്വാദകരെ ആനന്ദിപ്പിക്കുന്നതിൽ എന്നും മികവ് പ്രകടിപ്പിക്കുന്ന കഥാകാരി. മാതൃഭൂമി വിഷുപ്പതിപ്പ് കഥാപുരസ്കാരം, രാജലക്ഷ്മി കഥാപുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നേടിയ ഈ കഥാകാരി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സോഷ്യൽ ആന്ത്രോപോളജി ഗവേഷക വിദ്യാർത്ഥിനിയാണ്. പ്രിയ കഥാകാരിയെ കഥയരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഞാൻ ഇരുന്ന് വായിക്കാമെന്ന് വിചാരിക്കണു. ചെറിയൊരു കഥയാണ്. കണ്ണേർ പുസ്തകത്തിലുള്ള ഒരു കഥയാണ്.
ഒരു സ്വപ്നത്തിൻ്റെ ഡ്യൂറേഷനിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതിന് ചെറിയ കഥ എന്ന് പറയണത്. പക്ഷെ പേജ് നോക്കുമ്പോൾ 4 പേജുണ്ട്. പക്ഷെ അതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കഥ എന്നുള്ളതുകൊണ്ട് അത് വായിക്കണം. കണ്ണേറ് എന്നാണ് കഥയുടെ പേര്. അതായത് നമ്മുടെ സ്വപ്നം എന്നൊക്കെ പറയണത് 3 സെക്കൻഡോളോ അല്ലെങ്കിൽ 4 സെക്കൻഡോളൊക്കെ ഡ്യൂറേഷൻ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിലൊരു സ്വപ്നത്തിൻ്റെ ദൈർഘ്യമാണ് ഈ കഥയ്ക്കുള്ളൂ. വായിക്കുമ്പോൾ അധികമായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. വളരെ ലാഘവത്തോടു കൂടിയാണ് അയാൾ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് വണ്ടി നിർത്തിയത്. ചുവന്ന മേത്തൊട്ടിയ ടീഷർട്ടും മുട്ടോളം പോകുന്ന ട്രൗസറും ഇട്ട എന്നെയാണ് അയാൾ ആദ്യം കണ്ടിരിക്കുക എന്ന് ഉറപ്പാണ്. ഉച്ചമയക്കത്തിൻ്റെ ആലസ്യം മാറ്റാൻ കട്ടൻ ചായ ഉണ്ടാക്കി ഉമ്മറത്തിരിക്കുകയായിരുന്നു ഞാൻ. ഉറക്കച്ചടവിലും ആൾക്കാരുടെ മുഖം നോക്കി വശപ്പിശക് പറയുവാനുള്ള എൻ്റെ കഴിവ് പുറത്തെടുത്തു. ഒരു 40% വിളച്ചിൽ ആദ്യ ദർശനത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്ന് വച്ചാൽ കുഴപ്പമില്ല എന്ന് നിരൂപിക്കുകയും ഫലത്തിൽ തോൽക്കാൻ സാധ്യതയുള്ളതുമായ പരീക്ഷയായി അയാൾ വണ്ടിക്കകത്തിരുന്നു. 30ലേക്ക് കടന്നു കാണണം. 20ൻ്റെ തുടുപ്പിലൊന്നും വിവാഹം നടക്കാത്തതിൻ്റെ നിർവികാരത അയാളുടെ മുഖത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് സംശയഭാവത്തിൽ ഞാൻ അയാളെ കൂർപ്പിച്ചു നോക്കി. വഴിതെറ്റി വന്നതായിരിക്കും. ഗേറ്റില്ലാത്ത കൈമതിലിനകത്തെ നനഞ്ഞ പുല്ലുമുളച്ച തവിട്ടുമണ്ണിൽ അയാളുടെ കറുത്ത 4 ആൾ കയറുന്ന വണ്ടി പതിഞ്ഞു നിന്നു. കാക്കി ഷർട്ടും നീല ജീൻസും ഇട്ട് മുന്നിൽ അയാൾ ഇരിക്കുന്നു. മുൻവശത്തെ കണ്ണാടി ഫ്രെയിമിന് വട്ടം കെട്ടിയ ഓറഞ്ച് ചെണ്ടുമല്ലി കോർത്ത പൂമാലക്കിടയിലൂടെ കുടുസ് പൂജാമുറിയിലെ ചില്ലിലിട്ട ദൈവത്തെ പോലെ അയാൾ എന്നെ തുറച്ചു നോക്കി. ഹോ, എന്തൊരു നോട്ടം! അയാളുടെ കൃഷ്ണമണികൾ എൻ്റെ ശരീരത്തിലൂടെ പാഞ്ഞു നടന്നു. എൻ്റെ തടിച്ച കാലിലെ കറുത്തു ചുരുണ്ട രോമങ്ങൾക്കിടയിൽ നിന്ന് അയാളുടെ തിളങ്ങുന്ന കൃഷ്ണമണികൾ ഇടത് കൈകൊണ്ട് പറിച്ചെടുത്ത് ഞാൻ അയാൾക്ക് നേരെ എറിഞ്ഞു. ആക്സിലറേറ്റർ തിരിച്ച് പെട്രോൾ കത്തിച്ച് ബ്രേക്ക് മുഴുവനായും ചവിട്ടി ഓട്ടോറിക്ഷ നിന്നിടത്ത് നിന്ന് വിറച്ചു. ആരാ? മറുപടിയൊന്നും പറയുമെന്ന് വിചാരിച്ചിട്ടല്ല, വണ്ടിയെടുത്ത് പോകണമെന്ന ഭീഷണിയോടെയാണ് ഞാൻ ചോദിച്ചത്. അയാളുടെ കണ്ണുകൾ എൻ്റെ വായിലേക്ക് കയറി നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ സാമാന്യക്ഷമ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. പിന്നാമ്പുറം പോയി മണ്ണ് പറ്റി കിടക്കുന്ന മരമുട്ടി എടുത്തു വന്ന് അയാളുടെ തലക്കിട്ടൊന്ന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. തോന്നലുകളും ചെയ്തികളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. താൻ എന്താടോ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇതിലൊതുക്കേണ്ടി വന്ന എൻ്റെ നിർഗുണമായ നാഗരികതയിൽ എനിക്ക് അതൃപ്തി തോന്നി. ഐ മീൻ സിവിലൈസേഷൻ. അയാൾ പ്രതികരിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ എൻ്റെ ചുണ്ടിൻ്റെ അനക്കങ്ങളെ നോക്കി ആക്സിലറേറ്റർ തിരിച്ചു. ഹോ, എന്തൊരു നോട്ടം! ഓട്ടോറിക്ഷയുടെ മുൻവശത്തെ ഉരുണ്ട ലൈറ്റ് പോലെ അടുത്ത മഴയ്ക്ക് മുൻപുള്ള ഇളം വെയിലിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. എൻ്റെ ക്ഷമയെപ്പറ്റിയല്ല, അയാളുടെ തൊലിക്കട്ടിയെപ്പറ്റി ഞാൻ ആലോചിച്ചു. ഇത് ഇങ്ങനെ വിടാൻ പറ്റില്ല. ഇങ്ങനെ നിന്നുരുട്ടാതെ വണ്ടിയെടുത്തു പോടോ. അതിൻ്റെ ഗാംഭീര്യത്തിൽ അയാളൊന്ന് പതറി എന്നുറപ്പ്. അയാൾ ഓട്ടോറിക്ഷയുടെ ഹാൻഡിലിൽ നിന്ന് കൈയെടുത്ത് തൊട്ട് താഴെയുള്ള എന്തിലോ അമർത്തി. മുന്നിലെ ഹെഡ്ലൈറ്റിൽ നിന്നായിരിക്കണം. പുതിയ ചൈനീസ് ടോർച്ചിൻ്റേതുപോലെ അതിലധികം വെളിച്ചം തെളിഞ്ഞു. ഹെഡ്ലൈറ്റിലിടാനുള്ള ഇരുട്ടാവുന്നതേയുള്ളൂ. എങ്കിലും വണ്ടിയെടുത്ത് പോകാനായിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചത്. എൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ വിറയ്ക്കുന്ന വണ്ടിയിൽ നിന്ന് അയാൾ പുറത്തിറങ്ങി. സാമാന്യം നീളവും വെളുത്ത ശരീരവും ജിറാഫിൻ്റെ കഴുത്തുമുള്ള അയാൾ വീടിന് ഉമ്മറത്ത് വണ്ടിയുടെ ഇടതുഭാഗത്ത് അനങ്ങാതെ നിന്ന് എന്നെ ആകമാനം ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നോക്കാതെ അയാൾ ഗേറ്റുകളില്ലാത്ത വീടിൻ്റെ ഉമ്മറം കടന്നുപോയി. പകപ്പ് മാറ്റിവെച്ച് ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് കുതിക്കാൻ എനിക്ക് തോന്നി. പക്ഷേ അയാൾ കണ്ണിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ അനങ്ങിയില്ല. ഉമ്മറത്തേക്ക് വലിഞ്ഞു നടന്നു. വണ്ടിയിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ മുറിച്ച് ഒരു വശത്തേക്ക് മാറി നിന്നു. അയാൾ യാതൊരു അസ്വാഭാവികതയുമില്ലാതെ ലാഘവത്തോടെ നടന്നു പോകുന്നു. കണ്ണിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു. തിരിഞ്ഞ് ഓട്ടോറിക്ഷയെ നോക്കി. അടുത്തു പോകാൻ തോന്നിയില്ല. അയാളിത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പത്രത്തിൻ്റെ പല കാലങ്ങളിൽ വായിച്ച പല വാർത്തകൾ എൻ്റെ തലയിൽ നട്ടം തിരിയാൻ തുടങ്ങി. പെട്രോൾ കത്തിച്ചു നിന്ന് വിറയ്ക്കുന്ന ഓട്ടോറിക്ഷ വല്ല കേടും വന്ന് നിർത്തിയിട്ടതാകുമെന്ന് വിചാരിക്കുന്നതിന് പിറകെ മറ്റനേകം ആലോചനകൾ തലയിൽ വന്നിടിഞ്ഞു. വേഗത്തിൽ നടന്ന് വീട്ടിൽ കയറി വാതിലടച്ചിട്ടും വണ്ടിയുടെ കിതപ്പ് വീടിനകത്തേക്ക് കേട്ടു. ക്ലോക്കിൻ്റെ സൂചിക്കൊപ്പം ഇടിക്കുന്ന നെഞ്ചെടുപ്പിൻ്റെ കാരണം മാറ്റാൻ ചെവിയിൽ ഇയർഫോൺ തിരുകി. പ്ലഗ് ഇൻ ടു നിർവാണ എന്ന് അതിൻ്റെ കവറിൽ എഴുതിയത് കണ്ടു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന കണക്കെ പാട്ട് ലിസ്റ്റ് പരതി. 1-2 പാട്ടുകൾ ചെവിയിൽ കുത്തി നേരം കൊന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഉരുണ്ട കൃഷ്ണമണി പാതി മണ്ണിൽ കുഴിച്ചിട്ടതുപോലെ അത് അവിടെ കിടന്ന് വിറയ്ക്കുന്നു. ഒന്ന് പുറത്തേക്കിറങ്ങി നോക്കാമെന്ന് വെച്ചാൽ പേടി ഇരച്ചു കയറുന്നത് മനസ്സിലാവുന്നുണ്ട്. അയാൾ പോയി കുപ്പിയിൽ വല്ല ആസിഡും വാങ്ങിവന്ന് മുഖത്തൊഴിച്ചാലോ? ഹോ, കൂട്ടുകാരെ കൂട്ടി വന്ന് ബലാത്കാരം ചെയ്താലോ? ഇതിപ്പോൾ എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ പൂർവ്വകാലത്തിൽ പ്രണയത്തിലായിരുന്ന 2 പേരെയും ഓർത്തു.
അവർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. ഓർത്തു വച്ച് വന്ന് തിരിച്ചടി തരാൻ മാത്രമൊന്നും ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ പാവങ്ങളായിരുന്നു എന്ന് വെച്ച് ഞാൻ അറിയുന്നവർ, ഇടപെട്ടവർ, കേട്ടവർ അവരൊക്കെ സാധുക്കളാകണമെന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ വല്ലാതെ ഭയപ്പെട്ട ഒരു പേരായിരുന്നു റിപ്പർ സേനൻ. കുത്തനെയുള്ള കുന്നു കയറി 2 വളവുകൾ കടന്ന് റബ്ബർ തോട്ടത്തിന് നടുക്കുള്ള സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഞാൻ റിപ്പർ സേനനെ പേടിച്ചിരുന്നു. ഒറ്റയ്ക്ക് കാണുന്ന പെൺകുട്ടികളെ അയാൾ റിപ്പർ കൊണ്ട് തലക്കടിച്ച് കൊല്ലുമെന്ന കഥ ഞാൻ വിശ്വസിച്ചത് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ വാർത്ത പത്രത്തിൽ കണ്ടതിൽ പിന്നെയാണ്. കൂടെ കൂടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ശൂന്യതയുറപ്പിച്ച് ശ്വാസം വിട്ട് കുന്നുകയറുന്നത് ഓർമ്മ വന്നു. അയാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാവനയിൽ റിപ്പർ ഒരു വലിയ ആയുധമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരാളെ തലക്കടിച്ചു കൊന്ന് ചോരയൊലിപ്പിക്കുന്ന ഒരു വലിയ യന്ത്രം. നേരെ വാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി. മാനത്ത് കാറ് കയറി. മഴമേഘം മൂടിയിട്ടുണ്ട്. തുലാമാസം ഇതൊക്കെ ഉള്ളതാണ്. വണ്ടി നിന്നിടത്തുനിന്ന് വിറച്ചുകൊണ്ടേയിരുന്നു. എന്നെ നോക്കുകയാണെന്ന് തോന്നി. എൻ്റെ മേത്ത് ടോർച്ചടിച്ച് നോക്കി നിൽക്കുകയാണ്. മഴ പെയ്യുന്നതിന് മുൻപ് അയാൾ ഈ ശകടമൊന്ന് എടുത്ത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. കുറഞ്ഞത് പെട്രോൾ വറ്റി ഈ വിറച്ചിലൊന്ന് നിർത്തിയിരുന്നെങ്കിൽ. ഒരടി പുറത്തേക്ക് ഇറങ്ങി. എന്തൊരാകൃതിയാണ്! ഒരു പാറകഷ്ണം പോലെ ഉമ്മറത്ത് ചേർന്ന് കിടക്കുന്നു. വണ്ടിയിൽ വല്ല ബോംബും ഉണ്ടായിരിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിച്ച് ഇവിടെ മുഴുവൻ ചാമ്പലായാൽ. മഴ തൂളി തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി വാതിലടച്ച് ജനലിലൂടെ നോക്കാമെന്ന് കരുതി. മഴ കനത്താൽ അയാളുടെ വരവ് കേൾക്കാൻ പറ്റില്ല. എങ്ങാനും മയങ്ങിപ്പോയാൽ എത്ര സമാധാനക്കേട് വന്നാലും ഉറങ്ങാൻ എനിക്ക് പ്രയാസമില്ല. ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ 1-2 തവണ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ മറ്റെല്ലായ്പ്പോഴും ഞാൻ രക്ഷപ്പെടാറുണ്ട്. മഴ ചാറി തുടങ്ങി. പൂച്ചയുടെ കണ്ണുകൾ പോലെ മഴയിൽ വണ്ടി വെളിച്ചം തിളങ്ങി. ഈ മഴയത്ത് അയാൾ വരുന്ന ശബ്ദം കേൾക്കില്ല. എത്ര നേരം ഇങ്ങനെ ജനൽ നോക്കി ഇരിക്കുമെന്നറിയില്ല. ഒച്ച നിന്നോയെന്ന് നോക്കാൻ ജനലിത്തിരി തുറന്നു നോക്കി. തണുത്ത കാറ്റ് നുഴഞ്ഞു കയറി എൻ്റെ മുലക്കണ്ണുകളെ ഉത്തേജിപ്പിച്ചു. കുപ്പായത്തെ കുത്തി പുറത്ത് ചാടി. ഇല്ല, അവിടെ തന്നെ കിടന്ന് വിറയ്ക്കുകയാണ്. തണുത്ത കട്ടനൊന്ന് ചൂടാക്കി കുടിക്കണമെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലണം. അപ്പോഴെങ്ങാൻ അയാൾ വന്നാൽ. അവിടെ തന്നെ ഇരുന്നു. മഴ തോരുന്നുണ്ട്. ചെറിയ ചാറ്റലും മൂടലും മഴക്കാലത്തുള്ളതാണ്. മെല്ലെ നടന്ന് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ലൈം ലൈറ്റിൽ എന്നെ നിർത്തി ശകടം നിന്ന് വിറയ്ക്കുന്നു. അടുത്തേക്ക് ചെന്ന് ചാവിയെടുത്ത് അതിൻ്റെ പുളകം കൊള്ളൽ നിർത്തണമെന്ന് വിചാരിക്കുന്നു. മുറ്റത്തേക്കിറങ്ങി. അടുത്തേക്ക് ചെല്ലാൻ പേടി. വെള്ളമൊലിച്ചു നിന്ന് വിറയ്ക്കുകയാണ്. മഴ നനഞ്ഞ കണ്ണാടി ഫ്രെയിമിലൂടെ നോക്കി. പൂമാലയ്ക്ക് നടുവിൽ അയാൾ ഇരുന്നിടം ശൂന്യമായി കിടക്കുന്നു. അടുത്ത് ചെന്നു. വിറയ്ക്കലിൻ്റെ തീവ്രത കൂടിയതുപോലെ. ആരോ ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഏയ്, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഇറങ്ങിപ്പോയിട്ട് നേരം കുറച്ചായി. ഒന്നുകൂടെ ഉള്ള ഓടിച്ചു നോക്കി. ഒന്നുമില്ല. ഒന്ന് തൊട്ടു നോക്കിയാലോ എന്നാണ്. പക്ഷേ പേടിച്ചിട്ടൊരു രക്ഷയില്ല. ധൈര്യം സ്വരുക്കൂട്ടി നിന്ന് തൊട്ടു നോക്കി. ചടപടെ കൈ പിന്നിലേക്ക് വലിച്ചു. ഒരു കൊഴുത്ത ദ്രാവകം കയ്യിൽ ഒട്ടിപ്പിടിച്ചതുപോലെ. അറപ്പല്ല, മറ്റെന്തോ ആണ് തോന്നിയത്. എന്ത് കുന്തമാണിത്! തൊട്ടു നോക്കണ്ടായിരുന്നു. ഇനി എന്തായാലും ഇല്ല. അടുത്ത മഴയ്ക്ക് മുമ്പ് ഇതിലൊരു തീരുമാനമായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാലും അയാൾക്ക് പ്രാന്താണോ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പോകാൻ? അടുത്ത മഴ കനക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് കയറാമെന്ന് കരുതി. ഉള്ളിലേക്ക് കയറിയപ്പോൾ വെളിച്ചം വീണ്ടും എൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു. ഞാൻ അതിനെ കുറിപ്പിച്ചൊന്ന് നോക്കി. വാതിൽ അമർത്തി അടച്ചു. കട്ടിലിൽ പോയി കിടക്കണമെന്ന് തോന്നി. വേണ്ട, ഉമ്മറത്തേക്ക് ഒരു കണ്ണുള്ളതാണ് നല്ലത്. ജനൽ നോട്ടം കിട്ടുന്നിടത്ത് കസേരയിട്ടിരുന്നു. കാല് നീട്ടി ജനലിൽ വെച്ചു. ഉറങ്ങിപ്പോകരുതെന്ന് ജപിച്ചു. ചാടി എണീറ്റു. ഉറങ്ങിപ്പോയതാണ്. നോക്കിയിരുന്ന് ഏതോ നേരത്ത് കണ്ണടഞ്ഞു പോയിരുന്നു. പുറത്ത് പാതി ഇരുട്ടായിട്ടുണ്ട്. മഴ ചാറുന്നുണ്ട്. വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഒന്നല്ല, ഒരുപോലത്തെ 2 എണ്ണം. തിളക്കം തുപ്പി വെള്ളമൊലിച്ച് ചളിമണ്ണിൽ ആരോ കൊടുന്നിട്ടിരിക്കുന്നു. ഒരേപോലെ. രണ്ടും എന്നെ തുറച്ചു നോക്കുകയാണ്. പെട്ടെന്ന് ആരോ ആക്സിലറേറ്റർ കൊടുത്തതുപോലെ രണ്ടും നിന്നിടത്ത് നിന്ന് വിറയ്ക്കലിൻ്റെ വേഗം കൂട്ടി. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയില്ല. കറുത്ത 2 ഗോലികൾ പോലെ മുറ്റത്തെ ചളിയിൽ കിടന്ന് വിറയ്ക്കുകയാണ്. അതിൽ നിന്ന് വരുന്ന വെളിച്ചം എന്നെ സ്കാൻ ചെയ്യുകയാണെന്ന് തോന്നി. വല്ല അന്യഗ്രഹ ജീവികളുമായിരിക്കുമെന്ന്. ഉള്ളിൽ അന്തം വിട്ട് വായ പൊളിക്കാതെ ഞാൻ ഉമ്മറത്ത് നിന്നു. 2 ലൈറ്റുകൾക്കിടയിലൂടെ പുറത്തിറങ്ങി പരിശോധിക്കണമെന്ന് വിചാരിച്ചാൽ മഴ ചാറുന്നുണ്ട്. കുടയെടുത്ത് മെല്ലെ മുറ്റത്തിറങ്ങി. 2ാമത്തേതിൻ്റെ അടുത്തേക്ക് നടന്നു. മോതിരമില്ലാത്ത മോതിരവിരൽ കൊണ്ട് ഒന്ന് തൊട്ടു നോക്കി. തൊട്ടതും വിറയ്ക്കലിൻ്റെ തീവ്രത കൂടി. ചളിയിൽ കിടന്ന് പുളയുന്നത് പോലെ തോന്നി. 2 4 4 6 6 8 8 10 ഇനി എണ്ണുന്നില്ല. അല്ല, എണ്ണാൻ പറ്റുന്നില്ല. മുറ്റത്തിന് സ്ഥലമില്ല. പെരുകി മുറ്റം മുഴുവൻ കറുത്ത ഗോലികൾ നിറഞ്ഞിരിക്കുന്നു. വീടിന് മുകളിലേക്ക് പറ്റിപ്പിടിച്ച് കയറുന്നുണ്ട് കുറച്ചെണ്ണം, അവറ്റകൾക്ക് ജീവനുള്ളതുപോലെ. ജനലിലും മേൽക്കൂരയിലും ഒട്ടിപ്പിടിച്ചു നിന്ന് വിറയ്ക്കുന്നു. കറുത്ത പരലുകൾ പോലെ, ഗോലികൾ പോലെ ടോർച്ചിൻ്റെ വെളിച്ചം തുപ്പി നനഞ്ഞു കിടക്കുന്നു. ചോരയുള്ള എന്തോ
അതിനകത്ത് കടന്ന് മിടിക്കുന്നുണ്ട്. രണ്ടിൻ്റെ ഗുണിതങ്ങളായി പല വലിപ്പത്തിൽ വെള്ളമൊലിപ്പിച്ച് തിളങ്ങി എന്നെ നോക്കുകയാണ്. ഹോ, എന്തൊരു നോട്ടം! നന്ദി ശ്രീ കുമാരി ആർദ്ര KS. അടുത്തതായി കഥ അവതരിപ്പിക്കുന്നത് ശ്രീ അർജുൻ അടാട്ട്. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ ഇദ്ദേഹം അനവധി ചെറുകഥകളുടെ കർത്താവാണ്. ഭഗവതിയുടെ മുല, പെൺട്രയാർക്കി തുടങ്ങി അനേകം കഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. എഴുത്തും വായനയും സിനിമയും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ കഥാകാരൻ കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. സ്നേഹത്തോടെ പ്രിയ കഥാകാരനെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മണ്ണ്, പെണ്ണ്, പൊന്ന് എന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം തേടിപ്പോയപ്പോൾ മണ്ണിനും പൊന്നിനും ഒപ്പം എങ്ങനെ പെണ്ണ് വന്നു എന്നൊരു കൗതുകം തോന്നി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെരഞ്ഞു പോയപ്പോൾ വന്നൊരു കഥയാണ് പെൺട്രയാർക്കി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ രണ്ട് സ്ത്രീകൾക്ക് ആൺ ബീജം കിട്ടാത്തൊരവസ്ഥ വരുവാണെങ്കിൽ, അത് ഫാൻറ്റസി ആയിട്ടല്ല, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും അതിന് സാഹചര്യം എന്ന കൗതുകത്തിൽ നിന്ന് വന്നൊരു കഥ പെൺട്രയാർക്കി. പതിവ് പോലെ അന്നും 4 മണിക്ക് തന്നെയായിരുന്നു അങ്കനവാടി പിള്ളേരുടെ ഘോഷയാത്ര. ഗേറ്റിന് മുന്നിലൂടെ തിമിർത്തോടുന്ന ആ സംഘം വാദം കൊല്ലി പടർന്ന വേലിപ്പടർപ്പിനപ്പുറത്തോടെ ചിതറിത്തെറിച്ച നിറച്ചാർത്തുകളായി മറയുന്നു. നീ അന്വേഷിച്ചോ? വേലിപ്പുറത്തെ നിറച്ചാർത്തിൽ തന്നെ കണ്ണ് നട്ട് ലളിത പ്രതീക്ഷയോടെ ചോദിച്ചു. നമ്മുടെ നാട്ടിലൊന്നും നിയമത്തിൽ വന്നിട്ടില്ല, ഇനി വന്നാലും ആൾക്കാരുടെ ഇടയിലെത്താൻ കുറേ കഴിയും. മായയുടെ വാക്കുകൾ അലസമായി ഇഴഞ്ഞു. എവിടുത്തെ ന്യായം ഇത്? പെണ്ണുങ്ങൾക്ക് എന്താ കുട്ടികളെ നോക്കി വളർത്താൻ പറ്റായ? അവറ്റ പറയണതല്ലേ പ്രകൃതി വിരുദ്ധം? ലളിതയുടെ വാക്കുകളിൽ നിസ്സഹായത. അവർക്കിടയിലേക്ക് അപ്പോൾ ദൂരെ നിന്നും കുട്ടികളുടെ നേരിയ ആർപ്പുവിളികൾ മാത്രം ഇഴഞ്ഞു വന്നു. ഇനിയിപ്പോൾ നീ പറഞ്ഞ പോലെ ചെയ്യേണ്ടി വരുമോ? ലളിതയുടെ ആ ചോദ്യത്തിന് മായ ഒന്ന് മൂളുക മാത്രമാണ് ഉണ്ടായത്. അവളുടെ തണുപ്പൻ മറുപടിയിൽ ലളിത പരിഭവം കാട്ടിയത് മടിയിൽ കിടന്ന അവളെ തള്ളി എണീപ്പിച്ചുകൊണ്ടാണ്. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല, അതല്ലേ ഒരു വഴിയുള്ളൂ. 2 ദിവസം കൂടി ഒരു തീരുമാനമാവും. മറ്റന്നാൾ ഉച്ചരിയുമ്പോൾ മായ പദ്ധതി ഒന്ന് പറഞ്ഞ് തീരും മുമ്പേ ലളിത അവളുടെ വാ പൊത്തി. എനിക്ക് പിന്നെയും കേൾക്കാൻ ഇഷ്ടമല്ല. കുറച്ചു നേരത്തേക്ക് അവിടെ നിറഞ്ഞ മൗനം പൊട്ടിച്ചുടച്ചുകൊണ്ട് ഇടിമുരണ്ടു. പറമ്പിലെവിടെയോ പെറാങ്കിടക്കുന്ന പൂച്ച പ്രാണവേദനയോടെ കരഞ്ഞു. ലളിതയുടെ മുഖം വാടി. അവളുടെ ഓർമ്മകൾ കടന്നൽ കൂടഴിക്കുകയാണ്. കഴുത്തിന് ചവിട്ടുകൊണ്ട അതുമാതിരി ആ കുട്ടിയോൾ കരയാ. ലളിതയുടെ പല ഉരു ആവർത്തിച്ച കഥയ്ക്കുള്ള മുഖവുരയാണ്. കെട്ടിയവൻ വാസു കള്ളിൻ്റെ ഊക്കിൽ നടത്തുന്ന കയ്യാങ്കളിക്കിടെ കുട്ടിയുടെ കഴുത്തിൽ ചവിട്ടിയ കഥ വീണ്ടും വള്ളി പുള്ളി മാറാതെ ലളിത പറഞ്ഞു തുടങ്ങി. പ്രാണവേദന അറിഞ്ഞാവൻ പോയത്. ഓക്കാനം പോലെ അവസാന ശ്വാസമെടുത്ത് കണ്ണിലൊരെണ്ണം ചത്ത മീൻ കണ്ണ് കണക്കുരുണ്ട് വായ തുറന്നു കിടന്ന കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മായ്ക്കാനാവും ലളിത തല കഴുത്തി നഴിയുമാറിളക്കി. ചാവണ വരെ ചിലപ്പോൾ ഞാൻ ഈ കഥ പറയും. മായയുടെ മുഖത്ത് മടുപ്പിൻ്റെ ലാഞ്ചനയുണ്ടോ എന്ന് തിരയുന്നതിനിടയ്ക്ക് ലളിത പറഞ്ഞു. സാരില്ല. മായ ഒന്നുകൂടി ഇറുകിച്ചേർന്നു. അവർ 2 പേരും ഇത്രത്തോളം മനസ്സിലാക്കിയത് ജയിലിൽ വെച്ചാണ്. എന്നും ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് പിച്ചും പേയും പറയുന്ന മായയെ തെറി വിളിക്കാതെ ആശ്വസിപ്പിച്ചത് കെട്ടിയവനെ കൊന്ന അതേ സെല്ലിൽ കഴിയുന്ന ലളിത മാത്രമാണ്. വേദന കണ്ട അവറ്റയ്ക്ക് ആവേശം കൂടും. പാതി ഉറക്കത്തിൽ മായ പുലമ്പും. തുടയിടുക്കിൽ ചോരയൊലിക്കുന്നുണ്ടോ എന്ന് തടവി നോക്കും. ചിലർ രക്തദാഹികളാണ്. അവർക്ക് പെണ്ണ് അലറിക്കരയണം, ഇഷ്ടമില്ലാതെ വഴങ്ങണം, ചോര കാണണം. 12-ാം വയസ്സിൽ മുറിഞ്ഞ് ചോരയൊലിച്ച മായ പിന്നെ പലർക്കും ഇഷ്ടമില്ലാതെ വഴങ്ങി. പല ഉരു തുന്നിച്ചേർത്ത തുന്നിക്കെട്ടലുകൾ പൊട്ടി അലറി വിളിച്ച് ചോരയൊലിച്ച് കിടന്നത് പലതവണ. അവൾ കാഴ്ചയിലും കച്ചവടത്തിലും നിത്യകന്യകയായിരുന്നു. ഭൂതകാലം പാതിയും കവർന്നെടുത്ത് അപൂർണമായ അവർ പക്ഷേ തമ്മിലടുത്തപ്പോൾ പരസ്പര പൂരകങ്ങളാവുകയായിരുന്നു. അവർക്ക് നമ്മൾ ഒന്നും അല്ലെങ്കിൽ പിന്നെന്തിനാ നമ്മൾ? ലോഡ്ജ് മുറിയിൽ കാണിച്ച പ്രണയം തെല്ലുമില്ലാതെ ആൾക്കൂട്ടത്തിൽ ഒരുവനായി കാശ് നഷ്ടമായെന്ന് പോലീസ് ജീപ്പിന് പിറകെ കൂടുന്നവന്മാരുടെയും അതേ മുഖഛായയുള്ള വാസുവിൻ്റെയും കഥയ്ക്കിടയിൽ മായ ഒരിക്കൽ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തിരഞ്ഞ് അവർ ആണും പെണ്ണുമായി പരസ്പരം പിണഞ്ഞു കിടന്നു. പെണ്ണും പെണ്ണുമായി മാറിയപ്പോൾ അവർ കാമമില്ലാതെ പ്രണയിച്ചു, പ്രണയമില്ലാതെ കാമിച്ചു. പിന്നെന്തിനാണ്? മായയുടെ ചോദ്യം മാറി. ജയിലിന് പുറത്തു വന്നതോ അവർ ഒരുമിച്ചായിരുന്നു. പഴയ ബന്ധങ്ങൾ വഴി മായ തെക്കോട്ട് കുറേ പോന്ന് ഒരു തുണിക്കടയിൽ ജോലിക്ക് കയറി. ലളിത അവിടെ വീടുകളിൽ സഹായത്തിന് ചെല്ലും. അന്യമായ ഭാഷയും അപരിചിതമായ ഭൂമിയും അവർക്കെന്തെന്നില്ലാത്ത സുരക്ഷിതത്വമാണ് നൽകിയത്. എഴുതി തിട്ടപ്പെടുത്തിയ പോലുള്ള ജീവിതം അവർ ജീവിക്കുമ്പോൾ കാലത്തിൻ്റെ ക്രയവിക്രയങ്ങൾ മായയിൽ ഒരാശ കൊണ്ടുവന്നു. ഒരു കുഞ്ഞിനെ വേണം.
അത് കേട്ട് വായിലിരുന്ന കഞ്ഞി ഞെട്ടിത്തുപ്പിയ ലളിത കലങ്ങാത്ത കല്ലുപ്പ് കടിച്ചതിനാലാണെന്ന് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കേണ്ടി വന്നു. അതിൽ പിന്നെ അവരുടെ സംവാദങ്ങൾ കുട്ടികളെ ചുറ്റിപ്പറ്റിയുള്ളതായി. നിയമവും പ്രകൃതിയും ആ ദമ്പതികൾക്കൊരു കുഞ്ഞിനെ നൽകാൻ വിമുഖത കാട്ടിയെങ്കിലും അവർ തളർന്നില്ല. കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ഒരു ആൺബീജത്തിൻ്റെ അഭാവം തങ്ങളുടെ ജീവിതത്തിൽ എത്ര കണ്ട് വലിയൊരു പോടാണ് വെച്ചതെന്ന് അവർ കയ്യിൽ താടി താങ്ങി. എല്ലാ വഴികളും അടഞ്ഞ അവർക്ക് മുന്നിലുണ്ടായിരുന്നത് പിന്നെന്തിനാണ് എന്ന മായയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. ഒരല്പനേരത്തേക്ക് ഒരു ആൺവിത്തിന് വേണ്ടി മാത്രം ഒരാൾ, ലോഡ്ജ് മുറിയിലെ പ്രണയം പോലെ ഞൊടിയിൽ മാത്രം വന്നു പോകുന്ന ഒരാൾ, പിന്നീടൊരിക്കലും അയാൾ തങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ഡാ സെറ്റായോ? മായയുടെ മെസ്സേജുകൾ വായിച്ച് കൂട്ടത്തിലൊരുവൻ ചോദിച്ചു. എന്നേ സെറ്റായതാ, നാളെ വല്ലതുമൊക്കെ നടക്കും. ആ പയ്യൻ ഒന്നുകൂടി ഞെളിഞ്ഞു. അന്ന് രാത്രി മഴയുടെ മൂടിക്കെട്ടൽ അവനിലും പുറത്തും ചൂട് നിറച്ചു. പ്രണയഗാനങ്ങൾ മൊബൈലിൽ കേട്ട് അവൻ ഉറങ്ങാൻ ശ്രമിച്ചു. നാളെ അവളുടെ ചെവിയിൽ മൂളാൻ അവൻ താളമൊപ്പിച്ച് മൂളി നോക്കി. യൂട്യൂബും ഗൂഗിളുമെല്ലാം അവന് സ്പോട്ട് കണ്ടുപിടിക്കാനുള്ള ചെപ്പടി വിദ്യകൾ പറഞ്ഞുകൊടുത്തു. അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൾ പോലും അറിയാത്ത കാമസൂത്രങ്ങൾ ഒളിപ്പിക്കുന്ന അവളുടെ ഗുഹ്യഭാഗങ്ങൾ തഴുകുമ്പോൾ അവൾ പുറപ്പെടുവിക്കുന്ന നിശ്വാസങ്ങൾ, തേങ്ങിക്കരയലുകൾ, ഉഫ്! അവൻ സ്വപ്നത്തിൻ്റെ കുളിരിൽ പുളഞ്ഞു, മോഹത്തിൻ്റെ ചൂടിൽ വിയർത്തു. പുറമെ മഴ പെയ്യാതെ മൂടിക്കെട്ടി നിന്നു. കാറ് കെട്ടി പുകയ്ക്കയില്ലാതെ നശൂല മഴയൊന്ന് പെയ്തു തീരണില്ല. വീട് കൺവട്ടത്ത് നിന്ന് മറയുന്ന വരെയുള്ള തിരിഞ്ഞു നോക്കലുകളിൽ ലളിത ആരോടുന്നില്ലാതെ പുലമ്പി. 500 വരെ എണ്ണാനാണ് മായ പറഞ്ഞത്. 250 ആവുമ്പോൾ തിരിഞ്ഞു നടക്കണം. 500-ൽ വീടിൻ്റെ പടി കയറണം. നടത്തത്തിനിടയ്ക്ക് എണ്ണം പിഴയ്ക്കാതെ ലളിതയുടെ ചുണ്ടുകൾ പിറുപിറുത്തു. അവളുടെ ഓരോ ശ്വാസവും പുഴുകുന്ന ചുറ്റുപാടുകളെ ഉള്ളിലേക്കെടുക്കും പോലെ അവൾക്ക് തോന്നി. ഹൃദയത്തിൽ അസൂയയും രോഷവും കലർന്ന ഒരു കനൽക്കട്ട മേലാസകലം പടർന്നു കയറി. അവൾ മുഷ്ടി ചുരുട്ടി പല്ലിറുമി. തിരിച്ചോടിച്ചെല്ലണം, മായെ പുണരണം, ഒന്നും വേണ്ടെന്ന് പറയണം. നെഞ്ചിൻ്റെ പിടച്ചിൽ, കാലുകളുടെ വെമ്പൽ. അരുത്, ഒരേ ഒരു പോംവഴി ഇതാണ്. കുറച്ച് നിമിഷങ്ങൾ മാത്രം. അവനിലെ വിത്ത് മായയിൽ വീഴുന്നവരെ മാത്രം. അത്രയും ക്ഷമിക്കണം. ആ ഒരു രംഗം അവൾ മായ്ക്കാൻ ശ്രമിക്കും തോറും അത്രയും വാശിയിൽ ദൃശ്യമികവോടെ ലളിതയുടെ തലയ്ക്കുള്ളിൽ പൂതൻ തുള്ളി. എണ്ണം തെറ്റിയോ? ഇല്ല, 150. അവൾ അലക്ഷ്യവും ഭ്രാന്തവുമായ തൻ്റെ നടത്തം തുടർന്നു. ഓളവനെ ഉമ്മയ്ക്കോ? മറ്റെന്തിനേക്കാട്ടിലും മായ അവനെ ചുംബിക്കുന്നത്, അതാലോചിക്കുന്നത് പോലും ലളിതയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. 200, ഒരു ചെള്ളുചക്കൻ്റെ മുന്നിലൊന്നും അവൾ പതറില്ല. എന്നാലും ഓളപ്പോഴും അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിലോ? മായ തന്നെ മറന്നു പോകുമെന്ന് ലളിത ഭയന്നു. 250 ഇനി തിരികെ. എത്രയും പെട്ടെന്നൊന്ന് തീർന്നു കിട്ടാനാണ് മായ കൊതിച്ചത്. പദ്ധതി ഇടുമ്പോഴും ഇത്രയും നിരീച്ചില്ല. തൻ്റെ മുന്നിൽ വീർത്തു നിൽക്കുന്ന ആണത്തത്തെ അറപ്പോടെ അവൾ നോക്കി. അവൻ്റെ കണ്ണിൽ പ്രണയം. ഒരു നീരൊഴുക്കിൻ്റെ ആയുസ്സേ ഉള്ളൂ അതിന്. ഓക്കാനം വരുന്നു. എടീ, മെല്ലെ മതി, അതാ പെണ്ണിന് സുഖം. അവൻ പ്രണയത്തിൻ്റെ സ്വരക്രമത്തിൽ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ മുഖത്ത് മിന്നിമറയുന്നത് പുച്ഛഭാവമാണോ എന്ന് വായിച്ചെടുക്കാനുള്ള സാവകാശം അവന് കിട്ടിയില്ല. അവൻ പോലും അറിയാതെ അവൻ അവളിൽ തുളഞ്ഞു. 15 സെക്കൻഡാണ് അവിണിശ്ശേരിക്കുന്നിൽ നിന്നും ആ വീട്ടുമുറ്റത്തേക്കുള്ള മഴയുടെ ദൂരം. കുത്തി പൊട്ടിച്ച പോലെയുള്ള മഴയുടെ വരവ് മൂടിക്കെട്ടലിൽ പുഴുകിയ മുറ്റം ആഘോഷമാക്കി. പുതുമണ്ണിൻ്റെ മണം. കനത്തു നിന്നതെന്തോ ഉള്ളിൽ നിന്നും ഒലിച്ചിറങ്ങിപ്പോവുകയും താൻ അവളുടെ മുന്നിൽ ചെറുതാവുന്നത് മറിയെ തന്നെ അവൻ ക്ഷീണിതനായി. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇറങ്ങടാ എന്ന് മായ അവനെ തള്ളി മാറ്റി. അവൾക്ക് വേണ്ടത് നടന്നിരിക്കുന്നു. അവൻ പകച്ചു നിന്നു. 500. വെയിലിൽ കുളിച്ചതോ മഴയിൽ നനഞ്ഞതോ എന്നറിയില്ല. ചുവന്ന കണ്ണിലും ഇരുണ്ട മാറിലും നനഞ്ഞൊട്ടി വാതിൽക്കൽ ലളിത. വേഗത്തിൽ വസ്ത്രങ്ങൾ വാരിക്കൂട്ടി അവൻ ഓടാൻ തയ്യാറെടുത്തു. മുടിക്കുത്തിൽ പിടിയമർത്തുന്ന അധികാരധിക്കാരത്തെ, തുടയിടക്കിൽ ചോര തിരിയുന്ന പ്രാകൃത ജീവിയെ എല്ലാം ലളിത അവൻ്റെ കണ്ണുകളിൽ കണ്ടു. ടപ്പേന്ന് കരണത്ത് കൊണ്ടതിൻ്റെ പകച്ചിലും പുകച്ചിലും മാറും മുന്നേ അവൻ മുറ്റത്തേക്ക് ചാടി. അവൻ്റെ കണ്ണുകളിലെ ഭയം വാദം കൊല്ലികൾക്കിടയിലൂടെയുള്ള വഴി പരതുന്നതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തടഞ്ഞു വീണുകൊണ്ടിരുന്നു. അത് കണ്ട് ലളിതയും മായയും ചിരിച്ചു. പരസ്പരം പുണർന്നു. പരിഭവം കാണിച്ച ലളിതയുടെ കൈകൾ മായ തൻ്റെ വയറിന് മുകളിൽ എടുത്തു വെച്ചു. 4 മണി കഴിഞ്ഞു. വേലിപ്പടർപ്പിനിടയിലൂടെ നിറച്ചാർത്തുകൾ തുള്ളിക്കളിച്ചോടുന്നു. പൂച്ച തൻ്റെ കുഞ്ഞുങ്ങളെ നക്കി തുടയ്ക്കുന്നു. മഴയിൽ പുതിയ നാമ്പുകൾ പൊടിക്കുന്നു. താങ്ക് യു.